എല്ലാവരും ഇതിൽ പങ്കുചേരുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ബാബുരാജൻ സാർ, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രിയങ്കരരായ അധ്യാപകര്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹകാരികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ്, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട കൂട്ടുകാരാണ് ഇതിന്റെ കേൾവിക്കാരായി ഉള്ളത്. ശരിക്കും മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ബാലസാഹിത്യം. ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമുള്ള വകുപ്പാണെന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. അത് ശരിയല്ല. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നല്ല ബാലസാഹിത്യം എല്ലാവരും ആസ്വദിക്കേണ്ടതാണ്, ആസ്വദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതുപോലെയുള്ള ബാലസാഹിത്യത്തെ പറ്റി തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. മലയാള ബാലസാഹിത്യത്തിന്റെ കൈവഴികൾ എന്നതാണ് നമ്മുടെ വിഷയം. ഇപ്പോ നമുക്ക് ഇന്നത്തെ നില എന്താണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് അതിലേക്ക് നീങ്ങാം. ബാബുരാജൻ സാറ് സൂചിപ്പിച്ച ഇതിൽ തന്നെ ഇത് ഏകദേശം മോശമല്ലാത്തൊരു നില മലയാള ബാലസാഹിത്യത്തിന് ഉണ്ടെന്ന് ഒരു സൂചന അദ്ദേഹം തന്നെ നൽകി കഴിഞ്ഞു. കാരണം നിരവധി ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ ഉള്ളത് മലയാളത്തിലാണ്. പൂമ്പാറ്റയുണ്ട്. പൂമ്പാറ്റ ഇപ്പൊ ഇല്ല. പൂമ്പാറ്റ ഒരു കാലത്ത് വായനയുടെ ഒരു വസന്തകാലം സൃഷ്ടിച്ചത് പൂമ്പാറ്റയാണ്. ബാലരമ ഇപ്പോ നിലവിലുണ്ട്, ബാലഭൂമിയുണ്ട്, മിന്നാമിന്നിയുണ്ട്, കളിക്കുടുക്കയുണ്ട്, സാറ് സൂചിപ്പിച്ച യുറീക്കയുണ്ട്, തളിരുണ്ട്. ഇങ്ങനെ പല പേരുകളിലുള്ള നിരവധി ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കുട്ടികളെ തേടി വരുന്നുണ്ട്. അവയിലൂടെ എല്ലാം നിരവധി ഫീച്ചറുകളും കുട്ടികൾക്കുള്ള കഥകളും കവിതകളും ചിത്രകഥകളും എല്ലാം നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആഴ്ചപ്പതിപ്പുകളാണ്. ബാലരമ എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചപ്പതിപ്പാണ്. ബാലഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചപ്പതിപ്പാണ്. ഒരു ആഴ്ചയിൽ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ കഥകളും കവിതകളും ചിത്രകഥകളും എല്ലാം രൂപം കൊള്ളുകയാണ്. അതിന്റെ പിന്നിലുള്ള പ്രവർത്തനം തന്നെ എത്ര വലുതാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ ഇത്ര ഭംഗിയായി ഇലസ്ട്രേറ്റ് ചെയ്ത് ഈ ചിത്രകഥകളെല്ലാം രൂപപ്പെടുത്തട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെ ഇവിടെ ആകർഷിക്കുന്ന രീതിയിൽ ഇതെല്ലാം തയ്യാറാക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭഗീരഥ ശ്രമമാണ് മലയാളത്തിൽ ബാലസാഹിത്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബാലസാഹിത്യ പ്രസിദ്ധീകരണ രംഗത്ത് ഇപ്പൊ DC ബുക്സ് ആയാലും മാതൃഭൂമി ബുക്സ് ആയാലും കോഴിക്കോട് പൂർണ്ണയായാലും വർക്കലയിലെ കലാപൂർണയായാലും ചിന്ത പബ്ലിക്കേഷൻസ് ആയാലും പ്രഭാത് ബുക്സ് ഹൗസ് ആയാലും എല്ലാവരും HNC അടക്കമുള്ള ആളുകളൊക്കെ സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. സൈഗതം ബുക്സ്, ഇങ്ങനെ പ്രസിദ്ധീകരണശാലക്കാരുടെ പേര് തന്നെ നിരവധിയാണ്. അവരെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുതിർന്നവരുടെ നോവലുകൾ പ്രസിദ്ധീകരിക്കുന്നതിലല്ല. ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഈ പ്രസാധകരെല്ലാം കണ്ടുവച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കുന്നത് ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങൾക്ക്, ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിക്കാനാണ്. കാരണം അവയാണ് വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് എണ്ണപ്പെട്ട ചില നോവലുകൾ, ഇപ്പോ ആടുജീവിതം പോലുള്ള നോവലുകൾ, അല്ലെങ്കിൽ മീരയുടെ ആരാച്ചാർ പോലുള്ള നോവലുകളൊക്കെ അതിന്റെ പ്രത്യേകമായ അവസ്ഥ കൊണ്ട് കൂടുതൽ വിറ്റഴിയുന്നുണ്ടാവും. അല്ലാത്തതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും നീങ്ങുന്നില്ല. പക്ഷെ കുട്ടികളുടെ പ്രസിദ്ധീകരണം അങ്ങനെയല്ല. എന്റെ അനുഭവം തന്നെ, എന്റെ കൃതികൾ തന്നെ എത്രയോ ഇപ്പോ ഈ ഫീൽഡിലുണ്ട്, എല്ലാ പ്രസാധകരുടെ കയ്യിലുണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് മൂവ് ചെയ്യുന്നെന്ന് എനിക്ക് കൃത്യമായ കണക്കുകൾ 6 മാസം കൂടുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്, മലയാള ബാലസാഹിത്യത്തിലെ കൃതികൾ കുട്ടികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് പ്രചുര പ്രചാരം ഉണ്ട് എന്നത്. അപ്പൊ അതിന്റെ ക്വാളിറ്റിയെ പറ്റിയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ ചർച്ചയിലൊക്കെ വരേണ്ട കാര്യമാണ്. ഏതായാലും ഇന്ന് നല്ലൊരു സമ്പന്ന അവസ്ഥ മലയാള ബാലസാഹിത്യത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല എഴുത്തുകാരൻ, പുതിയ തലമുറയിലെ പല നല്ല എഴുത്തുകാരൻ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാം കൂടി ഇതിനെ ഒരു അനിശ്ചിതമായ ഒരു പ്രവാഹം പോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വളരെ നേരത്തെ
ലോകത്തിൽ എല്ലായിടത്തും തുടങ്ങി മലയാളക്കരയിലും നമ്മുടെ മലയാള ഭാഷയിലും വളരെ നേരത്തെ തന്നെ ബാലസാഹിത്യത്തിന്റെ മുളകുണ്ട്. അതെങ്ങനെയാണ്? അച്ചടിയില്ല, കഥ എഴുത്തുകാരില്ല, പിന്നെ ഇങ്ങനെ ഇതുണ്ടായി. നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അതിലേറ്റവും കൂടുതൽ പങ്കുവഹിച്ചവരാണ്. നിസ്സാരമായ പങ്കല്ല, വലിയ പങ്കാണ്. നമ്മുടെ മുത്തശ്ശി പാട്ടുകൾ, അത് വിശിഷ്ടമായ രീതിയിലുള്ള മുത്തശ്ശി പാട്ടുകൾ, അതുപോലെ മുത്തശ്ശി കഥകൾ, ഈ കഥകളുടെ എല്ലാം സൗന്ദര്യം, അതിന്റെ ഭാവന, അത് നമ്മൾ ആ കഥ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അത്ര വിശിഷ്ടമായ കഥകളാണ്. ഉണ്ണി അപ്പം കുഴിച്ചിട്ട് അപ്പമരം മുളപ്പിച്ച കഥ. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോ അപ്പം കുഴിച്ചിടുമോ, അപ്പം മുളപ്പിക്കുമോ എന്നെല്ലാം നമ്മുടെ ചിന്തയിൽ വരാം. പക്ഷേ ഉണ്ണി അപ്പം കുഴിച്ചിട്ട് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ചാത്തമുണ്ണാൻ പോയപ്പോ വിളമ്പി കിട്ടിയത് 2 അപ്പമാണ്, ഉണ്ണിയപ്പമാണ്. ഒരെണ്ണം അവൻ തിന്നു, ഒരെണ്ണം മടിയിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അമ്മ കാണാതെ, അച്ഛൻ കാണാതെ, മറ്റാരും കാണാതെ വീടിന്റെ മുറ്റത്ത് കുഴി കുഴിച്ച് അപ്പം നട്ടു. അമ്മ അവന് കുടിക്കാൻ കൊടുത്ത പാല് കൊണ്ടുവന്ന് അതിന്റെ കടക്കൽ ഒഴിച്ചു. കാത്തിരുന്നു, അത് മുളക്കുന്നതും കാത്തിരുന്നു. ഒരു ദിവസം അവൻ ചെന്ന് നോക്കുമ്പോ ഇലകൾ വിരിഞ്ഞ് ഈ അപ്പം അങ്ങനെ മുളച്ചു നിൽക്കുന്നു. ഉണ്ണിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. അവൻ അതിനെ ലാളിച്ചു. അമ്മ തിന്നാൻ കൊടുക്കുന്ന ശർക്കര കഷ്ണങ്ങളെല്ലാം കൊണ്ടുവന്നതിന് തടം വെച്ചു. അങ്ങനെ ആ അപ്പച്ചെടി വളർന്ന് വളർന്ന് വലിയൊരു അപ്പമരമാവുന്നതും ആ അപ്പമരത്തിൽ നിറയെ കുലകുലയായി അപ്പം ഉണ്ടാവുന്നതുമെല്ലാം ഞാൻ കഥ പറയുകയല്ല, അതെല്ലാം ഈ പഴയ ഭാവന, മുത്തശ്ശിയുടെ ഭാവനയിൽ വിരിഞ്ഞ കുത്തുകളാണ്. അത് വിശിഷ്ടമായ വിലയേറിയ സമ്പത്തായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കഥ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഈ അപ്പമരം ഉണ്ടാകുന്നതും ആ മരത്തിൽ കയറിയിരുന്ന് അപ്പം തിന്നുകൊണ്ട് നല്ല തടിച്ചു കൊടുത്ത ഉണ്ണിയെ കണ്ടിട്ട് കൊതിമൂത്ത ഒരു മന്ത്രവാദിനി അമ്മമ്മ ആ വഴിക്ക് വരുന്നതും അവനെ പിടികൂടുന്നതും എല്ലാം രസകരമാണ്. അവസാനം ഈ ഭീകരയായ മന്ത്രവാദിനിയെ തന്നെ ഈ ഉണ്ണി തോൽപ്പിക്കുന്നതാണ് ഇതിലെ വിഷയം. എല്ലാ കഥകളുടെയും, ഈ ബാലകഥകളുടെയും ഒരു പ്രത്യേകത അതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലുള്ള കഥകളെല്ലാം നന്മ മാത്രം ജയിക്കും. തിന്മയൊക്കെ ഇടയിൽ ഇങ്ങനെ വന്ന് അവരെ ശല്യപ്പെടുത്തുമെങ്കിലും എപ്പോഴും ജയിക്കുന്നത്, വിജയക്കൊടി നാട്ടുന്നത് നന്മയാണ്. അപ്പോ ഈ കഥ ഉണ്ടാക്കിയ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും അത് എഴുത്തുകാരില്ലല്ലോ, അവർക്കെല്ലാം ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ബാലസാഹിത്യത്തിന്റെ ഒരു നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതെന്താണ്? എന്റെ കുട്ടിയുടെ മനസ്സിൽ നന്മ മാത്രമേ നിറയാവൂ. അതിന് രാക്ഷസനാകാം. ചില ആളുകൾക്ക് ചില ധാരണയുണ്ട്. കുട്ടിക്കഥകളിൽ രാക്ഷസൻ പാടില്ല, കാട്ടാളൻ പാടില്ല, ഭൂതം പാടില്ല. ഇതെല്ലാം ആകാം ഫാന്റസിയിൽ. നമ്മുടെ ഈ ഭൂതവും രാക്ഷസനും ഒക്കെ ഇല്ലാതെ നമ്മുടെ കഥകൾ എവിടെയാണ്? നമ്മുടെ എല്ലാ കഥകളിലും ഇവരൊക്കെ ഉണ്ട്. പുരാണങ്ങളിലായാലും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഐതിഹ്യങ്ങളിലായാലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇതേപോലെയുള്ള അത്ഭുത കഥാപാത്രങ്ങൾ തന്നെയാണ്. അത്തരം അത്ഭുത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബാലസാഹിത്യം ഇതുവരെ വന്നത്. ഇന്നും കുട്ടികൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നതും അത്തരത്തിലുള്ള കഥകൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, ഹാരി പോട്ടറൊക്കെ വന്നപ്പോ കുട്ടികൾ അർദ്ധരാത്രിയിൽ പുസ്തകം കിട്ടാൻ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത്. അതിൽ ശാസ്ത്രത്തിന്റെ മുന്നേറ്റമൊന്നും അല്ല വർണ്ണിക്കുന്നത്. അത്തരം കൃതികളിലും ഫാന്റസി തന്നെയാണ് പ്രധാന ഘടകമായിട്ട് വരുന്നത്. അപ്പൊ ഫാന്റസിയുടെ ഒരു കുതിപ്പ് ഈ ബാലസാഹിത്യത്തിൽ ആരംഭം മുതലേ കാണാം. അത് കുഞ്ഞിന്റെ മനസ്സിനെ കീഴടക്കാൻ വേണ്ടിയാണ്, അവന്റെ ആകാംക്ഷയെ പിടിച്ചുണർത്താൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഈ പാവപ്പെട്ട നാട്ടിൻപുറത്തുകാരായ അമ്മൂമ്മമാരുടെ മനസ്സിൽ, മുത്തശ്ശിമാരുടെ മനസ്സിൽ രൂപം കൊണ്ടത്. അവരെല്ലാം നല്ല ഒന്നാന്തര കഥകളാണ്. അതേപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അരിശ്ശേരി മാടപ്രാവിന്റെ കഥയായാലും ഉണ്ണി അപ്പം കുഴിച്ചിട്ട കഥയായാലും 7 ആങ്ങളമാരുടെ ഒരു പുലിപ്പുറം കയറിയ കുഞ്ഞിപ്പെങ്ങളുടെ കഥയായാലും എല്ലാം ആ രീതിയിലുള്ള രസകരമായ, കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തുന്ന, കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന, അതിന്റെ ആ വഴിക്ക് തന്നെ കഥയുടെ വഴിയിലൂടെ അവരുടെ മനസ്സിൽ സഞ്ചരിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളാണ്. അപ്പൊ അങ്ങനെ വന്ന ആദ്യകാല കഥകൾ നിരവധി ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മലയാള സർവകലാശാലയുമായും മലയാള ഭാഷയുമായും കൂടുതൽ ബന്ധപ്പെട്ടവരാണ്.
അവർക്കൊക്കെ അത്തരം കഥകളെ അറിയാം. അതുകൂടാതെ പ്രത്യേകതയുള്ളത് നമ്മുടെ മുത്തശ്ശിപ്പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും നല്ല മുത്തശ്ശിപ്പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് മലയാള ഭാഷയിലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. കേവരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഒരിക്കൽ മലയാള മനോരമയിലെ ബുധദർശനം എന്ന് പറഞ്ഞ ഒരു കുറെ നാളൊരു പങ്ക്തി എഴുതിയിരുന്നു. ആ പങ്ക്തിയിൽ ഒരു തവണ വന്നത് ഇതാണ്. അവർ നല്ല സ്കോളറായിട്ടുള്ള ആളാണ്, ഇങ്ങനെയുള്ള പല പഠനങ്ങളും നടത്തിയിട്ടുള്ള ആളാണ്. ആ കൂട്ടത്തിൽ അവർ ഒരു തവണ എഴുതിയത് ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല നഴ്സറി പാട്ടുകളിൽ വിശിഷ്ടമായത് മലയാളത്തിൽ അത്ര വിശിഷ്ട രത്നങ്ങളാണ് മലയാളത്തിൽ നഴ്സറി പാട്ടുകൾ എന്ന് പറയാറുണ്ട്, കുഞ്ഞു പാട്ടുകൾ എന്ന് പറയും. വളരെ മനോഹരമാണ് കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ, 4 വരികളുള്ള, ചെറിയ കുഞ്ഞിനെ ആകർഷിക്കാൻ. LKG ഇല്ല, UKG ഇല്ലാത്ത കാലത്ത് ആ പ്രായത്തിലുള്ള 2 വയസ്സുകാരനെയും 3 വയസ്സുകാരനെയും 4 വയസ്സുകാരനെയൊക്കെ ആഹ്ലാദിപ്പിക്കുന്ന രീതിയിലുള്ള ഗ്രേഡ് ചെയ്ത, അവര് തന്നെ അത് ഓരോ പ്രായത്തിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ചെറിയ കുഞ്ഞാണെങ്കിൽ അവർക്ക് പറ്റിയ രീതിയിലുള്ള ചൊല്ലുകൾ, നിൻ നിൻ നിൻ, ആരാത്, മാലാഖ, എന്തിനു വന്നു, എഴുത്തെഴുതാൻ, എന്തെഴുത്ത്, തലയിലെഴുത്ത്, എന്ത് തല, മുട്ടത്തല, എന്ത് മുട്ട, കോഴിമുട്ട, എന്ത് കോഴി, പൂവൻകോഴി, എന്ത് പൂവ്, ചെത്തിപ്പൂവ്, എന്ത് ചെത്തി, കാട്ടുചെത്തി, എന്ത് കാട്, പട്ടിക്കാട്, എന്ത് പട്ടി, കേപ്പട്ടി, എന്ത് പെപ്പരപ്പേ. ഇതിൽ വേറെ ഒന്നുമില്ല, ഒരു ഫാന്റസി തന്നെയാണ്. ഒരു രസകരമായ ഒരു അനുഭവം കുഞ്ഞിന്റെ മനസ്സിൽ ഉണർത്തുകയാണ്. താളബോധവും ഈണവും ഒക്കെ വളരാൻ വേണ്ടിയുള്ള ഒരു രസകരമായ അനുഭവം. പക്ഷെ കുഞ്ഞിന്റെ പിന്നാലെ ശരിക്കും പോകും. നമ്മുടെ ഇപ്പോൾ ഒരു LKG ക്ലാസ്സിൽ ചെന്ന് ഇതൊന്ന് ചൊല്ലിയാൽ അവരെല്ലാം നല്ല ഉണർവോടുകൂടി ഇരിക്കുന്നതാണ്. നിം നിം നിം, ഒരാളാരും മണിമുട്ടുന്ന സ്വരമാണ്. നിം നിം നിം, ആരാത്, മാലാഖ, എന്തിനു വന്നു, എഴുത്തെഴുതാൻ, എന്തെഴുത്ത്, തലയിലെഴുത്ത്, എന്ത് തല, ഒട്ടത്തല, എന്ത് മുട്ട, കോഴിമുട്ട, എന്ത് കോഴി, പൂവൻകോഴി, എന്ത് പൂവ്, ചെത്തിപ്പൂവ്, എന്ത് ചെത്തി, കാട്ടുചെത്തി, എന്ത് കാട്, പട്ടിക്കാട്, എന്ത് പട്ടി, പേപ്പട്ടി, എന്ത് പെപ്പരപ്പേ. അത് രസകരമായ ഒരു ഫിനിഷിങ്ങിലാണ് ഇത് എത്തിച്ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ഞാൻ പറഞ്ഞത്, ഇത് ചെറിയ കുഞ്ഞ്, കൈക്കുഞ്ഞിനെ കേൾപ്പിക്കാനുള്ളതാണ്. അത് കേട്ട് ആസ്വദിക്കും ആ കുട്ടി. ആസ്വദിക്കുന്നത് മാത്രമല്ല, ഈ പാട്ടിന്റെ ഈണവും താളവും കുഞ്ഞിന്റെ മനസ്സിൽ കുഞ്ഞുനാളിൽ തന്നെ പതിയും. ഈ നമ്മുടെ മുത്തശ്ശിമാര് നല്ല താരാട്ട് പാട്ടുകൾ, ചാഞ്ചാട്ട് പാട്ടുകളൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ്? കുഞ്ഞിനെ ഉറക്കാൻ മാത്രമല്ല, ഉണർത്താനും ഈ പാട്ടുകൾ തന്നെയാണ്. അവരുടെ മനസ്സിനെ ഉണർത്തിയിരുന്നതും ഈ പാട്ടുകളാണ്. നല്ല രസകരമായ താളാത്മകമായ നിരവധി പാട്ടുകളുണ്ട് ആ രീതിയിൽ. അതുപോലെ തപ്പുകൊട്ട് പാട്ടുകൾ, കുഞ്ഞിന്റെ മനസ്സിൽ ഈണവും താളവും കുട്ടിക്കാലത്ത് തന്നെ രൂപപ്പെട്ടു വരാൻ വേണ്ടിയുള്ള തപ്പുകൊട്ട് പാട്ടുകൾ. തപ്പോ തപ്പോ തപ്പാണി, തപ്പ കൊടുക്കേൽ എന്തുണ്ട്, നാഴിരി പഴിയരി ചോറുണ്ട്, നാരായണൻ വെച്ച കറിയുണ്ട്, നാരായണി കാച്ചിയ മോരുണ്ട്, നന്നായി ഒരുക്കിയ നെയ്യുണ്ട്, അമ്മായി വന്നേ വിളമ്പാവൂ, അമ്മാവും വന്നേ ഉണ്ണാവൂ, തപ്പോ തപ്പോ തപ്പാണി, തപ്പ കൊടുക്കേൽ എന്തുണ്ട്. കൈ രണ്ടും കൂട്ടിമുട്ടിച്ച് പാട്ട് പാടുമ്പോ ഈ പാട്ടിന്റെ താളം, ഈണം കുഞ്ഞിന്റെ മനസ്സിൽ അറിയാതെ ഇങ്ങനെ പതിയും. അതിൽ നിന്ന് തന്നെയാണ് കവിതയുടെ താളം, അവന്റെ മനസ്സിലേക്ക് കവിതയുടെ താളം ആദ്യമേ ഒഴുകിയെത്തുന്നത്. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ രീതിയിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി മുതിർന്നൊരു 2 വയസ്സ് 3 വയസ്സ് എത്തുമ്പോ പാടാനുള്ള പാട്ടുകൾ, നഴ്സറി പാട്ടുകൾ, അന്ന് മുത്തശ്ശി പാട്ടുകളുണ്ട് രസകരമായത്. കൊച്ചിന്നൊരു കാക്ക വന്നു, കൊയിലാണ്ടിൽ കൂടുകെട്ടി, കണ്ണൂര് മുട്ടയിട്ടു, ക്രാം ക്രാം ക്രാം. 4 വരിയുള്ളൂ. കൊച്ചിന്നൊരു കാക്ക വന്നു, കൊയിലാണ്ടിൽ കൂടുകെട്ടി, കണ്ണൂര് മുട്ടയിട്ടു, ക്രാം ക്രാം ക്രാം. ഒരു ഈണവും ഒരു താളവും ഒരു പാട്ടും അവന് കിട്ടി, കുഞ്ഞിന് കിട്ടി. മറ്റൊരു പാട്ട്. അപ്പൊ അടുത്ത പാട്ട് കേൾക്കാൻ അവന് കൊതിയാവും, ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ കുട്ട തൊപ്പക്കണ്ണ എപ്പോ കല്യാണം, പള്ളിക്കരയിൽ നെല്ല് വിളഞ്ഞാൽ അപ്പൊ കല്യാണം. അപ്പൊ കുട്ട തൊപ്പക്കണ്ണ എപ്പോ കല്യാണം, പള്ളിക്കരയിൽ നെല്ല് വിളഞ്ഞാൽ അപ്പൊ കല്യാണം. വേറെ പാട്ടായി.
കൊരങ്ങനും കൊരങ്ങനും കടികൂടി, അതിലൊരു കൊരങ്ങന്റെ തല പോയി. എടുക്കട കൊരങ്ങ പുലിവാറ്, കൊടുക്കട കൊരങ്ങ 16. ഇങ്ങനെ ഓരോ വെറൈറ്റിയിലുള്ള കവിതകളാണ്. വെറൈറ്റിയിലുള്ള കവിതകൾ തന്നെ പറയാം. പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടൽ തിര കണ്ടു കപ്പൽ കണ്ടു. വേറെ ഈണമാണിത്. ഇങ്ങനെ ഓരോ ഈണത്തിലും ഓരോ പ്രത്യേക താളത്തിലുള്ള രസകരമായ മുത്തശ്ശിപ്പാട്ടുകൾ എത്രയുണ്ട്, എത്രയുണ്ടെന്ന് ഒരു പിടിയുമില്ല. ആയിരക്കണക്ക്, നൂറുകണക്കല്ല, ആയിരക്കണക്കായ പാട്ടുകൾ എന്ന് പറയാം. കാരണം ഓരോ ഗ്രാമത്തിലും ഓരോ നാട്ടിൻപുറത്തിന്റെ മുക്കിലും മൂലയിലും ഇതുപോലുള്ള പാട്ടുകൾ ഇങ്ങനെ ചിതറിക്കിടന്നിരുന്നു ഒരു കാലത്ത്. ഞാൻ ഈ അടുത്ത് ഒരു സംരംഭം എന്നെ NBT, നാഷണൽ ബുക്ക് ട്രസ്റ്റ്, ഒരു ചുമതല ഏൽപ്പിച്ചു. അത് പുസ്തക രൂപത്തിൽ വന്നിട്ടില്ല. അത് ഇപ്പോഴത്തെ മലയാളത്തിന്റെ എഡിറ്ററായ റൂബിൻ ഡിക്കുർസാൻ എന്നെ വിളിച്ച് പറഞ്ഞത്, NBTയുടെ ഒരു നെഹ്റു പുസ്തകാലയുടെ ഒരു പ്രത്യേക സ്കീം കൊണ്ട് അവര് എല്ലാ ഭാഷകളിലുള്ള നേഴ്സറി പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി പാട്ടുകൾ ശേഖരിച്ച് ഒരു നല്ല ഇല്ലസ്ട്രേറ്റഡ് പുസ്തകം, മനോഹരമായ ചിത്രങ്ങളോട് കൂടിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മലയാള ഭാഷയിൽ നിന്ന് അത് തയ്യാറാക്കാൻ താങ്കളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനത് ഏറ്റെടുത്തു. അതിനുവേണ്ടി ഞാൻ കുറെ പാട്ടുകളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ വെറൈറ്റി, എത്ര തരത്തിലുള്ള പാട്ടുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ്. അപ്പൊ ആ രീതിയിലുള്ള പാട്ടുകളുടെ ഒരു സഞ്ചയം തന്നെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് മുത്തശ്ശി പാട്ടുകൾ എന്ന പേരിൽ, മുത്തശ്ശൻ പാട്ടുകളില്ല, മുത്തശ്ശൻ പാട്ടുകൾ എവിടെയെങ്കിലും ഉണ്ടാകാം, മുത്തശ്ശന്മാർ പാടുന്നുണ്ടാകാം, പക്ഷെ മുത്തശ്ശി പാട്ടുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ആദ്യകാല കവിതയുടെ ഒരു രൂപം, പ്രത്യേകിച്ച് ആദ്യകാല ബാലകവിതയുടെ രൂപം, ബാലസാഹിത്യ കവിതകളുടെ രൂപം എന്ന് പറയാവുന്നത് ഇതാണ്. എല്ലാം ബാലകവിതകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഉള്ളൂരിനെ പോലെയുള്ള ആളുകൾ കാക്കേ കാക്കേ കൂടെ വിടെ ഒക്കെ എഴുതിയത്. അങ്ങനെ തന്നെയാണ്. ആ ഈണം ഒക്കെ കിട്ടിയത് അവർക്ക് ഈ മുത്തശ്ശിപ്പാട്ടുകളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അവർക്ക് കടന്നു വരാനുള്ളൊരു കൈവഴി അങ്ങനെ തുറന്നു കിട്ടി. അപ്പൊ ധാരാളം മുത്തശ്ശിപ്പാട്ടുകളും മുത്തശ്ശി കഥകളും നമ്മുടെ ബാലസാഹിത്യത്തിന്റെ ആദ്യത്തെ ഒരു പടിയായി ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പതുക്കെ ഈ കൈവഴികൾ ഒഴുകി നല്ലൊരു ബാലസാഹിത്യ ശാഖയിലേക്ക് നമ്മൾ എത്തുന്നത്. അത് അധികം കാലം പഴക്കമൊന്നുമില്ല. ഈ മുത്തശ്ശിപ്പാട്ടുകളും മുത്തശ്ശി കഥകളും നേരത്തെ ഉണ്ടെങ്കിലും നമ്മുടെ ബാലസാഹിത്യത്തിന്റെ ഒരു രൂപം കൊണ്ടത് ഇപ്പൊ 1868 വൈക്കത്ത് പാച്ചിമൂത്തത് എഴുതിയ ബാലകൗതുകമാണ് ലക്ഷണമൊത്ത ഒരു ബാലസാഹിത്യ കൃതിയായിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരെ പോലുള്ള ആളുകൾ അതിനു മുമ്പ് എഴുതിയ കൃതികളൊക്കെ ബാലസാഹിത്യമാണെന്ന് പറയാറുണ്ടെങ്കിലും കുട്ടികൾ, സാധാരണഗതിയിലുള്ള കുട്ടികൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന മലയാളത്തിലുള്ള ഒരു ബാലസാഹിത്യ കൃതി വന്നത് 1868 വൈക്കത്ത് പാച്ചിമൂത്തത് കൊണ്ടുവന്ന കൃതി തന്നെയാണ്. കുമതി എന്ന കുട്ടിയും സുമതി എന്ന കുട്ടിയും ആ പേരിൽ തന്നെ ഉണ്ട്. നന്മയും തിന്മയിലെയും കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് സാമാന്യം നീണ്ടൊരു കുട്ടികൾക്കുള്ള കൃതിയാണ്. അദ്ദേഹം അന്ന് രചിച്ചു 1868. അത് മുതല് അതിനപ്പുറമൊക്കെ കൃതികൾ ഉണ്ടെങ്കിലും ആദ്യത്തെ ഒരു തുടക്കം, നല്ലൊരു തുടക്കം. ഇപ്പൊ നമ്മള് ഇന്ദുലേഖ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്ന പോലെ മലയാള ബാലസാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയായിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്നത് ഈ ബാലഭൂഷണം തന്നെയാണ്. പഞ്ചതന്ത്ര മണിപ്രവാളം ഒക്കെ ആദ്യത്തെ കൃതിയാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമുക്ക് ഇത് ഒരു യുക്തിപൂർവമായിട്ട് പലരും സ്ഥാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആ കാലത്ത് തന്നെ, ഇതൊക്കെ കൊണ്ട കാലത്ത് തന്നെ നമ്മുടെ മഹാകവികൾ, പഴയ മഹാകവികളെല്ലാം കുഞ്ഞു കുഞ്ഞു കവിതകൾ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ തുടങ്ങിയിരുന്നു. നമ്മുടെ ബാല കവിത എന്ന് പറയാവുന്ന രീതിയിൽ, പേര് പറയാവുന്ന രീതിയിലുള്ള കവിതകൾക്കൊക്കെ അവരുടെ പന്തളം കേരളവർമ്മയൊക്കെ അതിവിശിഷ്ടമായ കവിതകൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യകാലത്ത് സമ്മാനിച്ചവരാണ്. പൈങ്കിളിയെ അദ്ദേഹത്തിന്റെ
കളിക്കുട്ടി കളിക്കുട്ടി എന്ന കവിതയാണ്. പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു, ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല യജമാന്റെ വാതില് കാക്കാൻ പോണു ഞാൻ. ഇങ്ങനെ മടിയൻ കുട്ടി പല അതിലെ പോകുന്ന പല കഥാപാത്രങ്ങളെയും വിളിക്കുന്നതും അവരെല്ലാം ഓരോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നതും. അപ്പൊ സ്വയം ഈ കുട്ടി അവരെല്ലാം ഓരോരോ ചുമതല ഉണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോ ഇവിടെ കളരിയിൽ പോകാതെ മടിയനായി ഇരിക്കുന്ന കുട്ടിക്ക് തോന്നുന്നു ഞാൻ മാത്രം എന്റെ കടമ ചെയ്യുന്നില്ല. നായ്ക്കുട്ടിക്ക് യജമാന്റെ വാതിൽ കാക്കാനുണ്ട്, പൈങ്കിളിക്ക് കൂട് കെട്ടാനുണ്ട്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ഞാൻ മാത്രം എന്റെ ജോലി ചെയ്യാതെ, എന്റെ ജോലി പള്ളിക്കൂടത്തിൽ പോയി എഴുത്ത് പള്ളിയിൽ പോയി പഠിക്കുക എന്നതാണ്. അത് ചെയ്യാതെ ഞാൻ മാത്രമാണ് ഇവിടെ മടിയനായി ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിൽ എന്നാണ് ഈ കവിത അവസാനിക്കുന്നത്. പന്തളം കേരളോർമ്മ എത്രയോ വർഷം മുമ്പ് എഴുതിയതാണ്. അതേപോലെ നിരവധി കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ആ കാലത്ത് പ്രചരിച്ചിരുന്നു. അതെല്ലാം അന്നത്തെ പാഠപുസ്തകം, തിരുവിതാംകൂർ പാഠപുസ്തകങ്ങളിലൊക്കെയാണ് ഇത് വന്നത്. എങ്കിലും അത് വിശിഷ്ടമായ രചനകൾ തന്നെയായിരുന്നു. പിന്നീടാണ് നമ്മൾ ബാലസാഹിത്യത്തിന്റെ പല കഴിവുകളായിട്ട് ഒഴുകി ഓരോരോ ശാഖകൾ ഉണ്ടാവുന്നു. അതിനിടയിൽ പല ആളുകളും ചെറുതായിട്ട് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, ഒരു വഴിത്തിരിവുകൾ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. ഇപ്പോൾ അതിലൊന്ന് 1941 വളരെ പ്രധാനപ്പെട്ട ഒരാൾ, മലയാള ബാലസാഹിത്യത്തിന് മറക്കാൻ പറ്റാത്ത ഒരാൾ വലിയൊരു പ്രസ്ഥാനമായി രംഗത്ത് വന്നു. നമ്മൾ ആരും പക്ഷെ വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിന്റെ പേര് മാത്യു എം കുഴിവേലി എന്നാണ്. മലയാള ബാലസാഹിത്യത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന ഒരു പേര് അത് തന്നെയാണ്. 1941 അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം ബാലൻ പ്രസിദ്ധീകരണശാല തുടങ്ങി. ബാലൻ പ്രസിദ്ധീകരണശാല, അവിടെ ബാലൻ ഡ്രസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു മാസിക, ബാലൻ എന്ന പേരായ ഒരു മാസിക അദ്ദേഹം കുറെ കാലം നടത്തി. വേറെ ഒന്നും വായിക്കാൻ കുട്ടികൾക്ക് ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കണം, ആരും ചിന്തിച്ചിട്ടില്ലാത്ത കാലമാണെന്ന് ഓർക്കണം. ആ കാലത്താണ് ഈ മാത്യു കുഴിവേലി ബാലൻ എന്ന മാസിക തുടങ്ങിയത്. നല്ലൊരു തുടക്കം. പക്ഷെ അധികകാലം നിലനിന്നില്ല. അദ്ദേഹം ആണെങ്കിൽ നൂറുകണക്കായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൾ. പിന്നെ അതിനോടൊപ്പം അദ്ദേഹം പിന്നെ ചെയ്തൊരു കാര്യം, ഈ ബാലൻ മാസിക നടത്തുന്നതിനോടൊപ്പം അദ്ദേഹം ചെയ്തത് ഒരു 100-300 പുസ്തകങ്ങൾ മലയാളത്തിലെ കുട്ടികൾക്ക് വായിച്ചു വളരാൻ വേണ്ടി പ്രത്യേകമായി ആസൂത്രണം ചെയ്ത 4-5 കാറ്റഗറികളായിട്ട് തിരിച്ച് ചെറിയ കുട്ടികൾക്ക് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ, 4 വയസ്സ് മുതൽ 6 വയസ്സ്, ഇങ്ങനെയൊക്കെ പല കാറ്റഗറികളായിട്ട് തിരിച്ച്, പല വിഭാഗങ്ങളായിട്ട് തിരിച്ച്. കാരണം അങ്ങനെ തിരിക്കണം, അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഒരു 2 വയസ്സുള്ള കുട്ടിക്കും 3 വയസ്സുള്ള കുട്ടിക്കും വായിക്കാവുന്ന കൃതിയും ഒരു 12 വയസ്സുകാരനുള്ള കൃതി ഒന്നായാൽ എങ്ങനെയാണ്? അപ്പൊ അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രേഡ് ചെയ്ത പുസ്തകങ്ങൾക്ക് പ്ലാൻ ചെയ്തത്. അങ്ങനെ 300 പുസ്തകങ്ങൾ പല ഗ്രേഡുകളിലായിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. ബാലൻ പ്രസിദ്ധീകരണങ്ങൾ എന്ന പേരിൽ നന്നായിട്ട് പ്രചരിച്ചു. അദ്ദേഹം വളരെ ക്ലേശിച്ചാണ്, ബുദ്ധിമുട്ടിയാണ് ആ പുസ്തകങ്ങളെല്ലാം അന്ന് പ്രസിദ്ധീകരിച്ചത്. അതിൽ അദ്ദേഹം ബൈബിൾ കഥകൾ, പുരാണ കഥകൾ, അറബിക് കഥകൾ, ഇതെല്ലാം അതിലൂടെ കൊണ്ടുവന്നു. ഗ്രീക്ക് കഥകൾ, ഈസോപ്പ് കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, ജാതക കഥകൾ, നമ്മൾ കേട്ടിട്ടില്ല മുജാസൻ കഥകൾ ഒക്കെ അദ്ദേഹം ഈ 300 പുസ്തകങ്ങൾക്കിടയിൽ കൊണ്ടുവന്നു. അപ്പൊ ഓരോന്നും ഗ്രേഡ് തിരിച്ച് 70ഓളം പുസ്തകങ്ങൾ, ഈ 300 പുസ്തകങ്ങളിൽ 70ഓളം പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കിയത് തന്നെ മാത്യു കുഴിവേലിയാണ്. ബാക്കി പുസ്തകങ്ങൾ പല ആളുകൾ, പാലാനാരായണൻ നായരെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പേരുകളിലുള്ള ആളുകളെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. സിൻബാദിന്റെ കഥ, കപ്പൽ യാത്ര, സിൻബാദിന്റെ കപ്പൽ യാത്ര ഒക്കെ വേറെ വേറെ പുസ്തകങ്ങളായിട്ട് അന്ന് വന്നതാണ്. കുട്ടികളെല്ലാം വളരെ താല്പര്യത്തോടുകൂടി വായിച്ചിരുന്ന കൃതികളാണ് അതെല്ലാം. അപ്പൊ അത് മലയാള ബാലസാഹിത്യത്തിന് കിട്ടിയ ഒരു നല്ല അടിത്തറ തന്നെയായിരുന്നു. ബാലൻ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് മലയാള ഭാഷയിൽ മലയാളത്തിലെ കുട്ടികൾക്ക് വായിച്ചു വളരാൻ നല്ലൊരു അടിത്തറ കെട്ടിക്കൊടുത്തത് അദ്ദേഹമാണ്. ആ കൃതികളൊക്കെ വളരെ മികവുറ്റതാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അന്നത്തെ അച്ചടിയുടെ അപര്യാപ്തത,
ചിത്രങ്ങൾ വരച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കളർ പ്രിന്റിങ്ങിനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആകർഷകമായിരുന്നില്ലെങ്കിലും കുട്ടികൾക്ക് അത് കിട്ടിയപ്പോൾ വലിയ ആവശ്യമായിരുന്നു. ഞാൻ അതിൽ പല പുസ്തകങ്ങളും ആദ്യകാലത്ത് വായിച്ച ഒരാളാണ്. എനിക്ക് കാരണം വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ താല്പര്യത്തോട് തന്നെയാണ് ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചത്. ആ കാലത്ത് തിരുവിതാംകൂർ സർക്കാർ മുൻകൈയെടുത്ത് ചില പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നു. സോപാനം എന്ന പേരിൽ കുറെ ബാലസാഹിത്യ കൃതികൾ കൊണ്ടുവന്നു. തിരുക്കൊച്ചി സർക്കാരിന്റെ കാലത്ത് ചില പുസ്തകങ്ങൾ കൊണ്ടുവന്നു. ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ അതിങ്ങനെ വളർന്നു വരുന്നതിനിടയിൽ നമ്മുടെ പല എഴുത്തുകാരും കടന്നു വന്നല്ലോ. ഞാൻ അവരുടെ കൂടുതൽ പേരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല, ഞാൻ കൈവഴികൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭാവന പിന്നെ ഉണ്ടാവുന്നത് നമ്മുടെ മഹാകവികളില്ല. പന്തളം കേരളോർമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കവികളെല്ലാം വളരെ കുഞ്ഞുങ്ങൾക്ക് നല്ല കവിത സമ്മാനിക്കുന്നതിൽ വളരെ താല്പര്യമെടുത്ത ആളുകളാണ്. പ്രത്യേകിച്ച് ഉള്ളൂർ കുമാരനാശാൻ. വള്ളത്തോട് കുറച്ച് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും വള്ളത്തോടിന്റെ നല്ല ശിശു കവിതകളെല്ലാം അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളിൽ തന്നെ, ശിശുക്കൾക്ക് ആസ്വദിക്കാവുന്ന ഭാഗങ്ങൾ മറ്റ് കൃതികളിൽ തന്നെ രചനകളിൽ തന്നെ കിടക്കുന്നുണ്ട്. സാഹിത്യമഞ്ജരിയിലൊക്കെ ധാരാളം കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ആശാനൊക്കെ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ആശാൻ അതിനുവേണ്ടി കുട്ടികൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു ബാലസാഹിത്യ സമാഹാരം, ബാലകവിതാ സമാഹാരം മലയാളത്തിൽ കൊണ്ടുവന്നത് ആശാനാണ്. ഉള്ളൂരിന്റെ കാക്കെ കൂടെവിടെയൊക്കെ അതിനു മുമ്പേ വന്നു. പക്ഷേ ഉള്ളൂര് ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കുട്ടിക്കവിതാ സമാഹാരം ഒന്നും അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിച്ചില്ല. പലപ്പോഴായിട്ട് പാഠപുസ്തക കമ്മിറ്റിയൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ കവിതകൾ എഴുതി കൊടുത്തു, അതങ്ങനെ വന്നു വന്നേ ഉള്ളൂ. പക്ഷേ ആശാൻ അതല്ല, ശരിക്കും ആലോചിച്ച് തന്നെ ഞാൻ വീണപൂവ് എഴുതി മുതിർന്നവർക്ക് വേണ്ടി, ചണ്ടാലഭിക്ഷിക എഴുതി, ദുരവസ്ഥ എഴുതി, ലീല എഴുതി, നളിനി എഴുതി, ഇതെല്ലാം എഴുതിയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എനിക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് 1922 അദ്ദേഹം ഒരു പുസ്തകം പുറത്തു കൊണ്ടുവന്നു. ആ പുസ്തകത്തിന്റെ പേര് പുഷ്പവാടി എന്നാണ്. പുഷ്പവാടി. ആ പുഷ്പവാടിയിലാണ് കുമാരനാശൻ എഴുതിയിട്ടുള്ള നല്ല കവിതകളെല്ലാം അടങ്ങിയിരിക്കുന്നത്. അതിന്റെ ആമുഖത്തിൽ ആശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായി എന്റെ മനസ്സിനകത്ത് കൊണ്ടു നടന്ന വലിയൊരു ആഗ്രഹമാണ് ഈ പുസ്തകത്തിന്റെ പ്രസാദനത്തോടുകൂടി സാധിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം 10 കൊല്ലം അദ്ദേഹം ആഗ്രഹിച്ച് നടന്നു, കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കണം, ഈ സമാഹാരം കൊണ്ടുവരണം. അദ്ദേഹം ബാലരാമായണം അതിനു മുമ്പ് എഴുതി. പക്ഷെ അത് കുട്ടിക്കവിതയല്ല ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കുട്ടികൾക്ക് വേണ്ടി രാമായണം മനസ്സിലാകുന്ന രീതിയിൽ പാകപ്പെടുത്തി കാവ്യമാക്കി എന്നല്ലാതെ കുട്ടികൾക്ക് പറ്റിയ കവിതകളാക്കി രൂപാന്തരപ്പെടുത്തിയ ഒരു രീതി കൊണ്ടുവന്നത് ഈ പുഷ്പവാടിയിലൂടെയാണ്. അതിന്റെ പൂക്കാലം, അതുപോലെ തന്നെ കുട്ടിയും തള്ളയും ഒക്കെ നമുക്ക് മറക്കാനാവാത്ത, മലയാളിക്ക് എക്കാലത്തും മറക്കാനാവാത്ത കൃതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ ഇട്ടുകാരി, നിരവധി കവിതകളുണ്ട്. അതേപോലെ ഓരോ കവിതയും ഒന്നിനൊന്നും മെച്ചപ്പെട്ട കവിതകളാണ്. ഈ പൂക്കാലമൊക്കെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പൂക്കാലം, നമ്മളൊരു പൂക്കാലം വന്ന ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്നതിനേക്കാൾ വലിയ ഒരു അനുഭവമാണ് പൂക്കാലം എന്ന കവിത വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്, പാടിക്കേൾക്കുമ്പോഴും നമുക്കുണ്ടാവുന്നത്. പൂക്കുന്നില മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തെന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തെന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. ഈ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന നിരവധി വരികളുള്ള മനോജ്ഞമായ മലയാളി കുഞ്ഞുങ്ങൾക്ക് എക്കാലത്തും ഒരു നിധിയായി കേട്ടിട്ടുള്ള കവിത. ഒക്കെ അന്ന് ആശാൻ എഴുതിയ ഈ പുഷ്പവാടിയിലുള്ള കവിതകളാണ്. അതുപോലെ തന്നെയാണ് ഇവൻ ഈ കുട്ടിയും തള്ളയും കൂടി പൂന്തോട്ടത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോ കുട്ടിക്ക് തോന്നുന്ന ഒരു പൂ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് തോന്നും. അപ്പൊ കുട്ടി ചോദിക്കാണ്, അമ്മയോട് ചോദിക്കാണ്,
ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ. അമ്മ പറഞ്ഞു കൊടുക്കുന്നു, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഇങ്ങനെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സംഭാഷണം. അവസാനം കുഞ്ഞിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അമ്മ ഉത്തരം കിട്ടുന്നില്ല. അവസാനം ഈ കവിത അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. നാം ഇങ്ങറിയുന്നത് അല്പം. ഉത്തരം കിട്ടാതായപ്പോ അമ്മ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നാം ഇങ്ങറിയുന്നത് അല്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം. കുഞ്ഞെ, നമുക്ക് അല്പകാര്യങ്ങളെ അറിയുള്ളൂ. നാം ഇങ്ങറിയുന്നത് അല്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം. എല്ലാം ദൈവത്തിന്റെ സങ്കല്പം പോലെയാണ് കുഞ്ഞെ വരുന്നത്. ആ ദൈവത്തിനെ ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൂടും എന്ന ഒരു സത്യത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞിന്റെ മനസ്സിനെ ആശാൻ കൊണ്ടുപോകും. അതുപോലെ തോട്ടത്തിലിട്ടുകാരൻ, വെയിൽസ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയും സമ്മാനമായി കിട്ടിയ കവിതയാണ് തോട്ടത്തിലിട്ടുകാരൻ. പിന്നെ വിശിഷ്ടമായ കവിതകളെല്ലാം നമ്മുടെ പുഷ്പവാടി എന്ന സമാഹാരത്തിലൂടെ ആശാൻ നൽകി. അതിനു മുമ്പ് 1918 മറ്റോ ആയിരിക്കണം നമ്മുടെ ഉള്ളൂരിന്റെ ഈ കവിത വരുന്നത്. 8 വരിയുള്ള കുഞ്ഞു കവിത അല്ലേ, ഒരു നേഴ്സറി ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ആ രീതിയിൽ, കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനെ തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ലേ നെയ്യപ്പം, അയ്യോ കാക്കയെ പറ്റിച്ചോ. 8 വരിയിൽ അതിമനോഹരമായ കവിത. നൂറ്റാണ്ട് കഴിഞ്ഞു, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. കാക്കേ കാക്കേ കൂടെ വിടുന്ന കവിതയ്ക്കും ഒരു നൂറ്റാണ്ടിലേറെ കാലമായി, പുഷ്പവാടിക്കും ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ആ കവിതകളെല്ലാം കേൾക്കാൻ ഇന്നും കുട്ടികൾ കൗതുകത്തോടെ കാതോർത്തിരിക്കുന്നു എന്നതാണ് സത്യം. എത്രയോ വലിയ സിനിമാ ഗാനങ്ങളും എത്രയോ അടിപൊളി പാട്ടുകളും എത്രയോ പുതിയ തരംഗങ്ങളൊക്കെ വന്നിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരം കുട്ടിക്കവിതകളൊക്കെ ജീവിക്കുന്നത് എന്നത് നിസ്സാരമായ കാര്യമല്ല. അതിനിടയിൽ പിന്നീട് വന്ന ആളുകളൊക്കെ മനോഹരമായിട്ട് കവിത എഴുതുന്ന പല ആള് വള്ളത്തോളിന്റെ കുട്ടിക്കവിതകളുടെ ഭാഗങ്ങളൊക്കെ ധാരാളം എടുത്തു കാണിക്കാൻ പറ്റിയതുണ്ട്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ കുട്ടി കവിതകൾ അല്ലെങ്കിൽ പോലും ഭാരതം എന്നവർ കേട്ടാൽ അഭിമാന പൂരിതമാകണം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. കുട്ടികൾ, ഇത്തിരി മുതിർന്ന കുട്ടികളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന കാവ്യഭാഗങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ധാരാളം. അതുകൊണ്ട് ഓരോ മലയിലും ഓരോ തളിയിലും ഓടിക്കുഴങ്ങേണ്ട നേത്രമേതി ഒക്കെ പറഞ്ഞ ഉദ്യാന ദേവത പോലുള്ള കവിതകളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കവിതകളാണ്. ഇത്തിരി മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം തന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ മഹാകവികൾ എല്ലാവരും തന്നെ, അതിന് ശേഷം വന്ന വൈലോപ്പിള്ളി ആയാലും അക്കിത്തമായാലും OMV ആയാലും എല്ലാം ധാരാളം കുട്ടി കവിതകൾ അവർക്ക് സമ്മാനിച്ചു. ആ കവിതകളെല്ലാം വിശിഷ്ടങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിൽ തന്നെ എല്ലാ മഹാകവികളും കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് മലയാളക്കാരിയില്ല, മലയാള ഭാഷയിലാണ്. അവർക്ക് വേണ്ടി നിധി പോലെ കാത്തു സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു കവിതാ സഞ്ചയം തന്നെ ഈ മഹാകവികൾ അവർക്ക് നൽകി. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടടക്കമുള്ള നിരവധി ബാലകവികൾ, വൈലോപ്പിള്ളിയുടെ നമ്മുടെ മാമ്പഴ കുട്ടികൾക്കുള്ള കവിതയല്ല, കുട്ടി കഥാപാത്രമായി വരുന്ന കവിതയാണെന്നേ ഉള്ളൂ. അതുപോലെ അദ്ദേഹത്തിന്റെ ചെറുപുള്ളി ചെറുകുള്ള ചെങ്ങാലിപ്രാവ് ഇതൊക്കെ ഉള്ള കവിത, അതൊക്കെ കുട്ടികൾക്ക് വേണ്ടി തന്നെ എഴുതപ്പെട്ട കവിതകളാണ്. ആ തരത്തിലുള്ള നല്ല കവിതകൾ വൈലോപ്പിള്ളി കുഞ്ഞുങ്ങൾക്ക് സമ്മാനിച്ചു. മാടത്തക്കിളി മാടത്തക്കിളി പാടത്തിന് വിശേഷം ചൊല്ലുക പാടത്തിന് വിശേഷം വൈലോപ്പിള്ളിയുടെ രചനകളാണ്. പിന്നെയും ഓർമ്മോ വരാഗ്രാമോർമ്മ കുട്ടികൾക്ക് വേണ്ടി കവിതകൾ എഴുതി. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ എല്ലാം എഴുതി. അതിൽ ഏറ്റവും സൂപ്പർ കവിതകൾ അതിനിടയിൽ എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഞാൻ എക്കാലത്ത് കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ കുട്ടിക്കവിതകൾ തന്നെയാണ്. ഓലപ്പീപ്പി, ഇളം ചുണ്ടുകൾ, കാറ്റേവാ കടലേവാ, 3 പുസ്തകങ്ങൾ വിശിഷ്ടമായ പുസ്തകങ്ങൾ. മറ്റേ കവികളുടെ എല്ലാം വിശിഷ്ടമാണ്. ഞാൻ പറഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിനെ കീഴടക്കിയ 3
കുട്ടിക്കവിതാ പുസ്തകങ്ങളായിരുന്നല്ല. ഒരുപക്ഷെ നല്ല കുട്ടിക്കവിതകൾ എഴുതാൻ കൂടുതൽ പ്രേരണ നൽകിയിട്ടുള്ള 3 കൃതികൾ ഇതാണ്: ഇളംചുട്ടുകൾ, ഓലപ്പിപ്പി, കാറ്റേവ, കടലേവ. ഇളംചുട്ടുകളിലുള്ള മകനോട് എന്ന കവിത: നിനക്ക് വീഴ്ച വന്നാലും നിന്നെണ്ണ പിടിയല്ല നീ, മലർ കാറ്റേറ്റു വീണാലും മണമില്ലാത്തതാകുമോ, അന്യൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണു നീ, മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ. പിന്നെ അമ്മ മകനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള മകനോട് എന്നാണ് ആ കവിതയുടെ പേര്. നല്ല കാര്യങ്ങൾ, അസൂയില്ലാതെ നന്മയിൽ വളരണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള നല്ല കവിതയാണ് മകനോട്. അതുപോലെ അതിൽ തന്നെ ഈ ഇളംചുട്ടുകളിൽ നിരവധി: വാകുരുവി വരുകുരുവി വാഴ കൈമേലി കുരുവി. ഉള്ളൂരിന്റെ നമ്മുടെ കാക്കെ കാക്കെ കൂടവിടെ എന്ന കവിതയോടൊക്കെ കിടപിടിക്കുന്ന മറ്റൊരു കവിതയാണ് ശങ്കരക്കുറുപ്പിന്റെ ഈ കവിത. വാകുരുവി പ്രകൃതിയിലുള്ള ഒരു ജീവിയുമായിട്ട് സമന്വയിക്കാൻ, അതിനെ സ്നേഹിക്കാൻ, ലാളിക്കാൻ, അതിനോട് ഒരുമിച്ച് ചേരാൻ, അതിന് നെഞ്ചോട് ചേർക്കാൻ ഒരു കുട്ടിയുടെ മനസ്സിന്റെ ദാഹമാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. വാകുരുവി വരുകുരുവി വാഴ കൈമേലി കുരുവി, നാല് തരാം ചകരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം എന്ന് തുടങ്ങുന്ന കവിത. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള മനോഹരമായ ലളിത പദങ്ങൾ കൊണ്ട്, ലളിത കോമളമായ പദങ്ങൾ കൊണ്ട് കുഞ്ഞിന്റെ മനസ്സിൽ ഇങ്ങനെ ഊർന്നിറങ്ങുന്ന, നല്ല നിലാവ് പോലെ ഊർന്നിറങ്ങുന്ന വാക്കുകൾ കൊണ്ടാണ് ഈ കവിതകൾ അവർ നിർദ്ദേശിച്ചത്. അതാണ് പ്രത്യേകത. എനിക്ക് തോന്നുന്നു അത്രയും ജി ശങ്കരക്കുറുപ്പിനോടൊന്നും അത്രയും കഴിവ് മറ്റാർക്കും പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ജി ശങ്കരക്കുറുപ്പ് വലിയ ദാർശനിക കവി ആയിട്ട് അറിയപ്പെടുന്ന വന്ദനം സനാതനാനുക്ഷണ വികസന സുന്ദര സുന്ദര പ്രപഞ്ചാതി കഥമം പ്രഭാവമേ, നിന്നിൽ നീ വിടരുന്നു, നിന്നിൽ നീ കുരുക്കുന്നു, നിന്നിൽ സർഗാവിഷ്കാര കൗതുകാമനാദ്യന്തം എന്ന് ഈ പ്രപഞ്ചത്തെ നോക്കി പാടുന്ന, പ്രപഞ്ചത്തെ കണ്ട് വിസ്മയത്തോടു കൂടി പാടുന്ന കവി തന്നെയാണ്. കുഞ്ഞിന്റെ ലോകത്തേക്ക് വന്നപ്പോ ഒരു ചെറിയ കുഞ്ഞായി മാറി നിൽക്കുന്നു, ഒരു കുഞ്ഞായി മാറി നിൽക്കുന്നു. ആ കുഞ്ഞിന്റെ വാക്കുകളായി തെളിഞ്ഞു വരുന്നു: വാകുരുവി വരുകുരുവി വാഴ കൈമേലി കുരുവി. ഇതാണ് ആ മാറ്റം. വലിയ മനസ്സ് മാറ്റി വെച്ചിട്ട് കുഞ്ഞിന് വേണ്ടി എഴുതാൻ വന്നപ്പോ, കുട്ടിക്കവിത എഴുതാൻ വന്നപ്പോ വേറൊരാളായി മാറി. മുണ്ടെടുത്ത ആ മുത്തശ്ശൻ, തോൾ മുണ്ടും നാടനുമായി ഇട്ട് നിൽക്കുന്ന ആ മുത്തശ്ശൻ മാറി കുഞ്ഞ് ട്രൗസർ ഒക്കെ ഇട്ട്, കുഞ്ഞ് ട്രൗസറോ കുഞ്ഞു മുണ്ടോ എടുത്തുകൊണ്ട് ആ കുരുവിയെ വിളിക്കുന്ന ആ കാഴ്ച, അതൊരു മാറ്റമാണ്. അങ്ങനെ ഒരു കുഞ്ഞിന്റെ മനസ്സോടുകൂടി നിൽക്കുന്ന ആൾക്ക് കുട്ടിക്കവിതകൾ നന്നായിട്ട് രചിക്കാൻ കഴിയൂ എന്നതിന്റെ സൂചന കൂടി അതിലുണ്ട്. കുഞ്ഞിന്റെ മനസ്സോടുകൂടി നിന്നാല് കുഞ്ഞിന് വേണ്ടിയുള്ള കവിത രചിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ കവിതകൾ എല്ലാവരും എടുക്കും. ലപ്പിയിൽ വന്നാൽ ആനത്തലവൻ, ആനത്തലവൻ എന്ന് പറഞ്ഞ കവിത. നമ്മൾ ആനയെ കാണുമ്പോൾ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ. ഒരു ആന നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, അമ്പലമുറ്റത്ത് ആന വന്ന് നിൽക്കുന്നു, നമ്മൾ ഒരു കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മുന്നിൽ നിൽക്കുന്നു. ആനയുടെ ഗാംഭീര്യം നമുക്ക് അതേപോലെ അറിയാം. ആ വലിപ്പവും ആകൃതി, ആ കൊമ്പും തുമ്പിക്കൈയും ഒക്കെ നമുക്കറിയാം. പക്ഷേ ആ നേരിട്ട് കാണുന്ന ആനയേക്കാൾ ഗംഭീരനായ ആന ആയിട്ടാണ് ശങ്കരക്കുറുപ്പ് വാക്കുകൾ കൊണ്ട് കവിത വരച്ചിരിക്കുന്ന ആനത്തലവൻ. കാടുപിടിക്ക് നടന്നു വരുന്നു കരിമല പോലൊരു കൊമ്പൻ, കാടുപിടിക്ക് നടന്നു വരുന്നു കരിമല പോലൊരു കൊമ്പൻ, മുമ്പേ ചെന്നാൽ ചെമ്പുനിയെയും കൊമ്പിൽ കോർക്കും കൊമ്പൻ, കാട്ടാറിൽ പോയി നീരാട്ട് കഴിഞ്ഞെഴുന്നള്ളുകയല്ലല്ലി, ഈന്തത്തളിരും പച്ചത്തണലും കാട്ടിൽ സുഖമല്ലല്ലി. 8 വരി, 8 വരി. ഈ 8 വരി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് വെറുതെ 8 വരി കവിതയല്ല. ഒരു ആനയുടെ വലിപ്പം, ആനയുടെ ആകൃതി, ആനയുടെ നിറം, ആനയുടെ അവയവങ്ങൾ, ആനയുടെ അമൃത കുളി, ആനയുടെ ഭക്ഷണം, ആനയുടെ ഉറക്കം വരെ എല്ലാം ഇതിലുണ്ട്. എല്ലാം ആനരീതി, കുളി, ആനയുടെ വലിപ്പം, ആനയുടെ രൂപം, ആനയുടെ എല്ലാം ഇതിൽ ഈ 8 വരിയിൽ ഒരുക്കിയിരിക്കുകയാണ്. കാടുകുലിക്ക് നടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അതിശക്തനാണെന്ന സൂചനയാണ്. കാടുകുലിക്ക് നടന്നു വരുന്നു കരിമല പോലൊരു കൊമ്പൻ, കരിമല, കരിമല പോലെ ഇരിക്കുന്ന കൊമ്പൻ വരുന്നു. മുമ്പേ ചെന്നാൽ ചെമ്പുലിയെയും കൊമ്പിൽ കോർക്കും പാമ്പൻ, കൊമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഊറ്റൻ പുലിയെ പോലും കൊമ്പിൽ കുത്തിക്കോർക്കുന്നവനാണ് ഇവൻ
അവന്റെ ഗാംഭീര്യം വന്നില്ലേ? കാട്ടാറിൽ പോയി നീരാട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. കാട്ടാറിൽ പോയി നീരാട്ട്, കുളിയല്ല. രാജാവിന്റെ കുളിയാണ് നീരാട്ട് എന്ന് പറയുന്നത്. രാജാവ് കുളിക്കുന്നത് പോലെ തന്നെ ആരുടെയും ശല്യം കൂടാതെ അതിവിശിഷ്ടമായ ശുദ്ധജലത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ്, കാട്ടാറിലെ ശുദ്ധജലത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് ഞാനവർ കാട്ടാറിൽ പോയി നീരാട്ട് കഴിഞ്ഞ് എഴുന്നള്ളുകയും ഈന്തൽ തളിരും പച്ചത്തണലും കാട്ടിൽ സുഖമല്ലേ. ഈന്തൽ തളിരൊക്കെ തിന്ന് കാട്ടിലെ പച്ചത്തണൽ കിടന്ന് ഉറങ്ങാൻ സുഖമല്ലേ. ഇതാണ് ശങ്കരക്കുറുപ്പിന്റെ കവിത. ഞാൻ പറഞ്ഞുപോയാൽ ഇങ്ങനെ വളരെ നീണ്ടുപോകും. അപ്പൊ ഇങ്ങനെയുള്ള അതിവിശിഷ്ടമായ കവിതകൾ നമ്മുടെ മഹാകവികളെല്ലാം കുട്ടികൾക്ക് വേണ്ടി നൽകി. ഇതിനിടയിൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് ഇതിനിടയിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുട്ടിക്കൈ. അദ്ദേഹത്തിന്റെ കുട്ടി കവിതകളല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നല്ല കുട്ടി കവിതകളല്ല കുഞ്ഞുണ്ണി മാഷിൻ്റെതായിട്ട് വന്നത്. കുഞ്ഞുണ്ണി മാഷ് ഏറ്റവും വലിയ സംഭാവന കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല നേഴ്സറി പാട്ട്, മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല നേഴ്സറി പാട്ടുകൾ കുട്ടികൾക്കുണ്ട്. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വച്ച പാത്രം വൃത്തിയാക്കി വച്ചു, 4 വരി. കാ കാ കാക്കെ വാ വാ കാക്കെ, കാ കാ കാക്കെ പോ പോ കാക്കെ. നമ്മൾ കേൾക്കുമ്പോ ഇതിലോ ഒന്നുള്ളതായിട്ട് തോന്നില്ല, പക്ഷെ കുട്ടിക്ക് ഇത് മതി. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറി പോയി പാറ ബാക്കിയായി. 4 വരി വളരെ വിശേഷപ്പെട്ട ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥമുള്ള വരികളാണ്. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറി പോയി പാറ ബാക്കിയായി. ഇതേപോലെയുള്ള രസ്യം. മാമാ മനത്ത് മേ മേ മേഘങ്ങൾ, കണ്ടോ കണ്ടില്ല, കേട്ടോ കേട്ടില്ല, തൊട്ടോ തൊട്ടില്ല, പേ 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 പേ. ആ രീതിയിലുള്ള നിരവധി കവിതകൾ ഭാഷ 500 ഇത്തരത്തിലുള്ള നഴ്സറി പാർക്കുകൾ തന്നെ ഭാഷകളായിട്ട് ഉണ്ട്. ഇതെല്ലാം കുട്ടികൾ, ഈ നഴ്സറി പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് ഇന്നും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നുണയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഏതെങ്കിലും അധ്യാപകരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും നഴ്സറി LKG ക്ലാസ്സുകളിൽ UKG ക്ലാസ്സുകളിലൊക്കെ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല. അത് ചെയ്തില്ലെങ്കിൽ ഒരു പാതകമാണ്. കാരണം അവരൊക്കെ ഈ കുഞ്ഞുങ്ങൾ നന്നായി വളരാൻ, മലയാള മനസ്സോടുകൂടി വളരാൻ വേണ്ടി എഴുതിയ പാട്ടുകളാണ് ഇതെല്ലാം. പക്ഷെ നമ്മളത് വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ ആത്മാവിനോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ നമ്മുടെ മലയാള ഗദ്യ സാഹിത്യത്തിൽ കുറച്ച് പേര് പുതുതായിട്ട് വന്നു. ഈ മഹാകവികളുടെ ഒക്കെ ഇടയിൽ കൂടി വന്നവരാണ്. അവര് മാലി വി മാധവൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മാലി എന്ന തൂലികാ നാമത്തിൽ എഴുതി സർക്കസ്, പോരാട്ടം, ആമയും ഗുളികയും, ജന്തുസ്ഥാൻ, ഇങ്ങനെ 60ഓളം കൃതികൾ മലയാളി കുഞ്ഞുങ്ങൾക്ക് വായിച്ചു വളരാൻ പറ്റിയ വിശിഷ്ടമായ 60ഓളം കൃതികൾ കുട്ടികൾക്ക് സമ്മാനിച്ച ആളാണ് നമ്മുടെ മാലി. ഒപ്പം തന്നെ അല്ലെങ്കിൽ തൊട്ട് തന്നെ വന്ന ആളാണ് P നരേന്ദ്രനാഥ്. നല്ല തെളിമയുള്ള കുഞ്ഞുങ്ങളെ എന്ത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, മാലിയുടെ കുറച്ച് ഗഹനമാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ലളിതമാണ് നമ്മുടെ P നരേന്ദ്രനാഥിന്റെ കൃതി. ഇത്തിരി കുഞ്ഞൻ, വികൃതി രാമൻ, മനസ്സറിയും ചന്ദ്രം, പാക്കനാരുടെ മകൻ, കാളു, ഇങ്ങനെ രസകരമായിട്ടുള്ള 10-50ഓളം കൃതികൾ P നരേന്ദ്രനാഥിന്റെ 50-ലേറെ കൃതികൾ ഉണ്ടാവും. അത് കുട്ടികളെല്ലാം ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യം. ഈ മാലിയെയും അതുപോലെ P നരേന്ദ്രനാഥിനൊന്നും ആരും കൈവെടിഞ്ഞിട്ടില്ല. ഇന്നും അവരുടെ കൃതികളൊക്കെ ഇന്നും കുട്ടികൾ വലിയ താല്പര്യത്തോടുകൂടി തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ബാലരമ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ, ബാലഭൂമി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇവരുടെ ഈ കൃതികളൊക്കെ, പഴയ കൃതികളൊക്കെ വീണ്ടും വീണ്ടും കൊടുക്കുന്നു, പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്നു. കാരണം കുട്ടികൾക്ക് അത് ആവശ്യമാണ്. വീണ്ടും വീണ്ടും പുതിയ തലമുറ അത് വായിക്കാനും കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള സൂചനയാണ് അതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് വരുന്ന ആളുകളാണ് കാരൂര്. നമുക്ക് മറക്കാൻ പാടില്ലാത്ത 5 കടലാസ്, ബാലചന്ദ്രൻ, മൺമയിൽ, അങ്ങനെയുള്ള കൃതികളൊക്കെ എഴുതിയ ആനക്കാരൻ, മൺമയിൽ, കൃത്യൻ,
തുടങ്ങിയ കൃതികളൊക്കെ കാരൂരിന്റെ കുട്ടികൾ ബാലസാഹിത്യ രചനകളാണ്. നല്ല രചനകളാണ്. നന്നായിട്ട് മലയാള കുട്ടികൾ ആസ്വദിച്ചതാണ്. അത് ഈ പി നരേന്ദ്രനാഥിന്റെയും മാലിയുടെയും ഒക്കെ തന്നെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന നിന്ന് എഴുതിയ ആളാണ്. അതിന്റെ പിന്നാലെ അല്ലെങ്കിൽ തൊട്ട് പിന്നാലെ വന്നതാണ് സുമംഗലി രാമനാഥൻ മാഷ്. സുമംഗല ചേച്ചി മുത്തച്ഛൻ മരിച്ചു. ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സുമംഗല നല്ല രസകരമായിട്ട് കുട്ടികൾക്ക് എന്നും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറിഞ്ഞിയും കൂട്ടുകാരും മുതൽ നിരവധി ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു കുരങ്ങൻ കഥ തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ സുമംഗല കുട്ടികളുടെ മനസ്സിനെ നന്നായിട്ട് അറിഞ്ഞ് രചനകൾ നടത്തിയിരുന്ന ആളാണ് സുമംഗല എന്ന് നമുക്കറിയാം. അതേപോലെ കെ വി രാമനാഥൻ വിശേഷപ്പെട്ട 2 കഥാപാത്രങ്ങളെ വെച്ച് 3 നോവലുകൾ എഴുതിയ ആളാണ്. 3 നോവലുകൾ മലയാളത്തിൽ എഴുതി. അദ്ദേഹത്തിന്റെ അപ്പുക്കുട്ടനും ഗോപിയും, കമാൻഡർ ഗോപി, അത്ഭുത വാനരന്മാർ, അതുപോലെ തന്നെ അത്ഭുത നീരാളി, ഇതൊക്കെ ഇതിലെല്ലാം ഒരേ കഥാപാത്രങ്ങളാണ്. 2 ഇരട്ട കുട്ടികളാണ്. ആ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം 2-3 നോവലുകൾ, മനോഹരമായ നോവലുകൾ, ഇന്നും വായിക്കപ്പെടുന്ന നോവലുകൾ എഴുതി. അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത ആളുകൾ തന്നെയാണ്. ഇതിനിടയിൽ മറ്റ് കവികളൊക്കെ ധാരാളം ഞാൻ ONV-യുടെ കാര്യം, ONV-ഒക്കെ നന്നായിട്ട് കുട്ടി കവിതകൾ എഴുതിയിട്ടുണ്ട്, വയലാറില് എഴുതിയിട്ടുണ്ട്, പി നാരായണക്കുറുപ്പ് എഴുതിയിട്ടുണ്ട്. അക്കിത്തത്തിന്റെ നല്ല കവിതകൾ, ഉത്സവക്കിറ്റെന്ന് ഒക്കെ നല്ല അദ്ദേഹത്തിന് എടുത്തു പറയാവുന്നത്. അതിനപ്പുറത്തിന് കേറിയിരിപ്പത് കണ്ടവരുണ്ടോ, പൊങ്ങച്ചക്കാരന്റെ പൊങ്ങച്ചപ്പറച്ചില് ആപത്തായി തീരുന്ന രീതിയിലുള്ള കവിതയാണ് ഉത്സവക്കിറ്റ്. അതുപോലെ പൂശാരി രാമൻ ഒക്കെ വളരെ പ്രകീർത്തിക്കപ്പെട്ട കവിതകളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ല എഴുത്തുകാരുടെ വലിയ നിര മലയാളത്തിൽ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് കിട്ടിയ ചില പിടിച്ചാൽ കിട്ടാവുന്ന രീതിയിലുള്ള ചില ആളുകളുടെ പേര് മാത്രമേ, കൈ ഒതുങ്ങുന്നവരുടെ ചില പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിൽ പെടാത്ത നിരവധി ആളുകൾ വളരെ നല്ല സംഭാവനകൾ മലയാള ബാലസാഹിത്യത്തിൽ നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് വളരെ സമ്പന്നമായ രീതിയിൽ തന്നെ നല്ല എഴുത്തുകാരായ അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അത് ഡോക്ടർ ശ്രീകുമാറിന്റെ പേര് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു പേരാണ് ഡോക്ടർ ശ്രീകുമാറിന്റെ പേര്. അപ്പോ തുഞ്ചത്തെ സ്മാരകത്തിലൊക്കെ അദ്ദേഹം സേവനം ചെയ്യുന്ന ആളാണ്. അതുപോലെ പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ ഒരു പബ്ലിക്കേഷന്റെ ചുമതല ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിനിടയിൽ ചെയ്ത ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് അറിയാമോ? ധാരാളം ബാലസാഹിത്യകൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നല്ല ബാലസാഹിത്യകൃതികൾ എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യത്തിനുള്ള അംഗീകാരങ്ങളൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. ഈ അദ്ദേഹം ചെയ്ത ഒരു പ്രധാന കാര്യം, മലയാള ബാലസാഹിത്യത്തിന്റെ ചരിത്രം ഒരാൾ എഴുതിയിട്ടില്ല. പല സാഹിത്യ ചരിത്രകാരന്മാരൊക്കെ വന്നെങ്കിലും അവരൊന്നും എഴുതാതെ പോയ കാര്യമാണ് മലയാള ബാലസാഹിത്യത്തിന്റെ ചരിത്രം. സത്യത്തിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. രാമനാഥ മാഷ് ചെയ്തു. അത് ചെറിയൊരു സംരംഭം മാത്രമേ, സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടുകൂടി ചെറിയൊരു പുസ്തകം അതെ. പക്ഷെ അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല, പഴയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ. ഈ ഡോക്ടർ ശ്രീകുമാർ വളരെ നന്നായിട്ട് പഠിച്ച് ബുദ്ധിമുട്ടി ഞങ്ങളൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാവുന്ന, പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കോവിഡ് കാലത്താണ് അതിന്റെ കൂടുതൽ വർഷത്തെ നടന്നത്. അദ്ദേഹം 2 വോള്യങ്ങളിലായിട്ട് മലയാള ബാലസാഹിത്യത്തിന്റെ ചരിത്രം എഴുതി. അതുപോലെ ബാലസാഹിത്യകാരന്മാരെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ബാലസാഹിത്യകാരന്മാരെ പറ്റിയുള്ള ഒരു കുറിപ്പും അതിന് പ്രമുഖരായ ബാലസാഹിത്യകാരന്മാരെല്ലാം ചെയ്തിട്ടുള്ള സേവനങ്ങളല്ല അതിൽ നന്നായിട്ട് അടയാളപ്പെടുത്തിയ ഒരു കൃതിയാണ്. വളരെ ശ്ലാഘനീയമായ രീതിയിൽ തന്നെയാണ് ശ്രീകുമാർ പ്രവർത്തനം ചെയ്തത്. അത് കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ആ പുസ്തകം തേടി പിടിച്ചൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ബാലസാഹിത്യത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ സഹായകമാകും. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ അവസരത്തിൽ എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാൻ ഇനിയും നമ്മൾ പറയാനുണ്ട്. എങ്കിലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സംക്ഷിപ്തമായിട്ട് എനിക്ക് ഒരു കടലാസും കൂടാതെ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഭാവുകങ്ങൾ നേരുകയാണ്. ബാലസാഹിത്യം മോശമായ ഒരു കാര്യമല്ല. ബാലസാഹിത്യ രചനകളിലേക്ക് നിങ്ങൾ വരണം.
നല്ല ആളാത്മകമായ കുട്ടിക്കഥകളൊക്കെ എഴുതി കൊടുക്കാൻ ശ്രമിക്കണം. നല്ല ശാസ്ത്ര കാഴ്ചപ്പാടുള്ള രീതികളാകാം. കാലം മാറിയതിനനുസരിച്ചുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ബാലസാഹിത്യത്തിൽ വരുന്നില്ലെന്നൊരു പരാതിയുണ്ട്. ആ പരാതിയൊക്കെ തിരുത്തുന്ന രീതിയിൽ നിങ്ങൾക്കും ബാലസാഹിത്യ രംഗത്തൊക്കെ വരാം. ഞാൻ പറഞ്ഞതുപോലെ തലയും കുറിച്ച് എത്തിയിരിക്കുന്ന ഒരു കുറെ നല്ല എഴുത്തുകാർ ഇപ്പൊ ബാലമുഖിയിലും ബാലരമയിലും അതേപോലെ നമ്മുടെ ആകാരിക പ്രസിദ്ധീകരണങ്ങളൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവരുടെ പേര് നിരവധി പേരുള്ളത് കൊണ്ട് അവരുടെ പേരില്ല. അവരെല്ലാം നന്നായിട്ട് മലയാള സാഹിത്യത്തെ പോഷിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഇന്നലെ നടക്കേണ്ട പരിപാടിയായിരുന്നു. ശിശുദിനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ബാബ സാറിന് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്നലെ എനിക്ക് ഇത്തിരി അവസരത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തിൽ തിരിച്ചെത്താൻ കഴിയുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് 15-ാം തീയതി ആക്കാമെന്ന് പറഞ്ഞതാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെയ്തു. സാർ വളരെ നന്നായി കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ സാർ പറഞ്ഞു. അതിന്റെ ബാലസാഹിത്യത്തിന്റെ ഒരു ചരിത്രം, പിന്നെ അതിലെ പ്രമുഖരായ എഴുത്തുകാരെ കുറിച്ച്, കൃതികളെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോ ഞാനിങ്ങനെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ കുറെ കഥാപാത്രങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഇപ്പോ കബീഷ്, മായാവി, ഡിങ്കൻ, ഡാഗിനി, കുട്ടൂസ് എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പഞ്ചതന്ത്രം കഥകളുണ്ട്, ഈസോപ്പ് കഥകളുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, സാരോപദേശ കഥകളും കവിതകളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വന്നു. വളരെ നന്ദി, സന്തോഷം. എനിക്ക് തോന്നുന്നത് ഇപ്പോ നമുക്ക് ഇന്ന് ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് പങ്കാളിത്തം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് ഞാൻ മനസ്സിലാക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക്, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. ഇപ്പൊ ഞാൻ കാണുന്നത് മാഗി, മുഹമ്മദ്, റാഹില, ഹിബ, മൃദുല, ആലിയ, പിന്നെ സാക്ഷര ഭൂമി എന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്നുണ്ട്, ബിന്ദു പി, പിന്നെ ജിനു, ഇത്രയും ആളുകളെ ഇതിനെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ചർച്ച എന്ന രീതിയിൽ കുറച്ചും കൂടെ സമയം ചെലവഴിക്കാൻ പറ്റുമോ? ലേശം സമയം കൂടി. ഓക്കെ, അപ്പൊ നമുക്ക് ചർച്ച എന്ന രീതിയിൽ പോവാം. ഇതിൽ കുറെ കാര്യങ്ങൾ സാർ പരാമർശിച്ചു. എനിക്ക് തോന്നുന്നത് ഹിബയെ പോലുള്ള കുട്ടികളൊക്കെ, നമ്മളെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഹിബ. തിരുവനന്തപുരത്ത് നടന്ന ഒരു ബാലസാഹിത്യ രചനയുടെ ഒരു ശില്പശാലയില് തോന്നുന്നു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത അനുഭവമുള്ള വിദ്യാർത്ഥിയാണ്. ഹിബ കേട്ടിട്ടുണ്ടോ? ഹിബ ഉണ്ടോ ഗ്രൂപ്പില്? ഹിബയെ പോലുള്ള കുട്ടികളൊക്കെ ഒന്ന് ചർച്ചയിൽ പങ്കെടുത്താൽ നന്നായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുക. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി. വളരെ സന്തോഷമുണ്ട് മാഷിന്റെ ക്ലാസ്. ഇപ്പം 1 മണിക്കൂർ തികച്ച് മാത്രമാണ് കിട്ടിയത് എന്നുള്ളത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, മാഷിന്റെ ഏതെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷ് എഴുതിയിട്ടുള്ള ഒരു കവിതയുടെ, ഒരു കുട്ടി കവിതയുടെ ഒരു രചനാ വഴികൾ എങ്ങനെയായിരുന്നു? എവിടുന്നാണ് ആ കവിതയ്ക്കുള്ള വിത്ത് ലഭിച്ചത്? അതെങ്ങനെയാണ് നട്ടു വളർത്തിയത്? വലിയ അർത്ഥമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കവിതയായി രൂപപ്പെട്ടത് എന്നറിയാനൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറയാം, എന്റെ ഒരു പുസ്തകം ഇപ്പൊ വളരെ കാലം കൊണ്ട് ഇറങ്ങിയ പുസ്തകമാണ്, ഇപ്പോഴും ഉണ്ട്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേര് ഉണ്ടനും കുണ്ടിയും കുരിയച്ചനും എന്നാണ്. ഇപ്പോഴുള്ള അതാണ്. നല്ല മൾട്ടി കളറിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉണ്ടനും കുണ്ടിയും കുരിയച്ചനും. ഇത് ഞാൻ ബാലരമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കവിതയാണ് ഈ ഒരു പുസ്തകമായി മാറിയത്. അതിന്റെ കാര്യം ഞാൻ പറയാം. ഈ ബാലരമ ഇവിടെ ആരംഭകാലം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിന്റെ രൂപമൊക്കെ ഒന്ന് മാറി പുതിയൊരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയുടെ എഡിറ്ററായിരുന്ന ആൾ അവിടെ ബാലരമയിൽ എഡിറ്ററായിട്ട് വന്നു. ആളുടെ പേര് എൻ.എം. മോഹനൻ എന്നായിരുന്നു. എൻ.എം. മോഹനൻ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ മൂത്ത മകളുടെ ഭർത്താവാണ് എൻ.എം. മോഹൻ. ഈ മോഹനെ പറ്റി യഥാർത്ഥത്തിൽ
ആർക്കും അറിഞ്ഞുകൂടാ. ഇന്ന് നമ്മൾ കാണുന്ന മലയാളത്തിലെ നല്ല ബാലമാസികകളുടെ ബാലവാരികകളുടെ എല്ലാം രൂപരേഖ മോഹൻ ഉണ്ടാക്കിയത്. അദ്ദേഹം പകർത്തി കൊടുത്ത അതാണ് ഇന്ന് ബാലഭൂമിയുടെയും ബാലരമയുടെയും എല്ലാം. അത് പൂമ്പാറ്റയിൽ വെച്ച് പൂമ്പാറ്റയുടെ എഡിറ്ററായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സിദ്ധിയാണ്. ആ സിദ്ധി കണ്ടിട്ടാണ് ബാലരമയിലേക്ക് അദ്ദേഹത്തിന് പോയി വന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ നന്നായിട്ട് സഹായിച്ചിരുന്ന ആളാണ്. എന്നെയും നന്നായിട്ട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് ഈ എന്റെ മോഹൻ. എങ്ങനെ സഹായിച്ചു? എഴുതാൻ കൂടുതൽ പ്രേരിപ്പിച്ചു. ഞാൻ ഈ ബാലസാഹിത്യ രചനയ്ക്ക് പറ്റിയ ഒരാളാണെന്ന് മനസ്സിലാക്കിയപ്പോ എന്നെ കൊണ്ട് ധാരാളം കവിതകളും കഥകളും കഥാകവിതകളും ഒക്കെ എഴുതിച്ച ഒരാളാണ്. കഥാപ്രസംഗങ്ങൾ ഞാൻ ധാരാളം പൂമ്പാറ്റയിലൊക്കെ സ്പെഷ്യൽ ഇഷ്യൂ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ മോഹൻ പറയും ഒരു കഥാപ്രസംഗം നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ എഴുതിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. ബാലരമയിൽ പോകുമ്പോഴും അദ്ദേഹം ഇവിടെ പറഞ്ഞിരുന്നു എന്നെ സഹായിക്കണം, ഞാൻ ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും, അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരണം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, തിരുപ്പി നമുക്കൊരു കവിത, ഒരു കഥാകവിത കൊടുക്കണം. ഇത്തിരി വലുതായാലും കുഴപ്പമില്ല, കഥയാവുമ്പോ കുട്ടികൾ അത് വായിക്കാതിരിക്കില്ല. അപ്പൊ അതിന് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഒന്ന്, ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നാടോടി കഥ മതി. അതിന് നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മുത്തശ്ശിപ്പാട്ടിന്റെ ഇടം മതി. രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു മുത്തശ്ശിപ്പാട്ടിന്റെ ഇടം മതി, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു നാടോടി കഥ ആയാൽ നന്ന്. കാരണം കഥ പെട്ടെന്ന് അവർക്ക് പിടികിട്ടും, അപ്പൊ അവർക്ക് വായിച്ചു പോകാൻ സുഖമായിരിക്കും. അങ്ങനെ ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഒരു കവിത തയ്യാറാക്കി. ആ കവിത തയ്യാറാക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞു നാടോടി കഥയാണ്. അപ്പൊ നാടോടി കഥയ്ക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത കഥ 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ് സെബാസ്റ്റ്യൻ തോപ്പിൽ എന്ന് പറയും. ഒരു MLC ആയിരുന്നു, തിരുക്കൊച്ചി നിയമസഭയിലെ ഒരു MLC ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ക്ലാസ്സിലൊക്കെ വരുന്ന ഇടക്കാണ്. കാരണം ഈ MLC ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അസംബ്ലിയിലൊക്കെ പങ്കെടുക്കാൻ പോകണം. വരുമ്പോ മാതൃഭൂമി അയച്ചപ്പോൾ കക്ഷത്തിലാണ് വെച്ചിട്ടാണ് വരുന്നത്. മാത്രമല്ല അതിന് ബാലമന്ത്രിയിലെ കഥകൾ പറഞ്ഞു, പല കഥകളും പറഞ്ഞു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കഥയാണ് എന്റെ മനസ്സിൽ, ഈ മോഹൻ പറഞ്ഞതനുസരിച്ച് എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആ ഒരു കഥയാണ്. ഉണ്ടെന്നും ചിന്തയും കഥ. അതൊരു രസകരമായ കഥയാണ്. ആ കഥ കവിതയാക്കാൻ തീരുമാനിച്ചു. അപ്പോ കഥ കിട്ടി. എന്റെ കഥയല്ല, സ്വന്തം കഥയല്ല, നാടോടി കഥ, മലയാളത്തിലെ ഒരു നാടോടി കഥ. അത് കിട്ടി. സാറ് പറഞ്ഞു എന്നാണ് 3ാം ക്ലാസ്സിൽ വെച്ച്. അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. നല്ല കഥയായതുകൊണ്ട് മനസ്സിൽ നിന്ന് പോകാതെ കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് അത് എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഈണം വേണം, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു മുത്തശ്ശിപ്പാട്ട് ഈണം പതിവ്. റാഗിപ്പറക്കുന്ന ചെമ്പരുണ്ട്, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു, വിളക്ക് കണ്ടു, കടൽ തീര കണ്ടു, കപ്പൽ കണ്ടു. ഈ ഈണം കുട്ടികൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. റാഗിപ്പറക്കുന്ന ചെമ്പരുണ്ട്, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു, വിളക്ക് കണ്ടു, കടൽ തീര കണ്ടു, കപ്പൽ കണ്ടു. ആ ഈണത്തിലാകാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്തത് എന്താണ്, ഈ കഥയും ഈ മുത്തശ്ശിപ്പാട്ടിന്റെ ഈണവും എല്ലാം കൂടി ഒന്ന് തേനും വയമ്പും ചാലിക്കുന്നത് പോലെ മനസ്സിലിട്ട് ചാലിച്ചു. അത് എത്ര ദിവസം ചാലിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അത് ചാലിച്ച് രൂപപ്പെടുത്താൻ എനിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എന്റെ പേനത്തുമ്പിലൂടെ 62 വരികളുള്ള ഒരു കവിതയായിട്ട് ഊർന്നുകയും. ആ കവിത തുടക്കിങ്ങനെയാണ്: ഉണ്ടനും ഉണ്ടിയും പണ്ടൊരിക്കൽ ഉണ്ടായിരുന്നൊരു നാട്ടിലെങ്ങോ, ഉണ്ടനും ഉണ്ടിയും പണ്ടൊരിക്കൽ ഉണ്ടായിരുന്നൊരു നാട്ടിലെങ്ങോ, ഉണ്ടനൊരുണ്ട കണക്കിരുന്നു, ഉണ്ടിയോ മത്തളം പോലിരുന്നു. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. റാഗിപ്പറക്കുന്ന ചെമ്പരുണ്ട്,
നീയുണ്ടോ മാമങ്ക വേല കണ്ടു അത് തന്നെ ചെയ്യണം. ഉണ്ടനും ഉണ്ടിയും പണ്ടൊരിക്കൽ ഉണ്ടായിരുന്നൊരു നാട്ടിലെങ്ങോ ഉണ്ടനും ഉണ്ട കിടക്കിയിരുന്നു. ഉണ്ടിയോ മദ്ദളം ഓടിയിരുന്നു. ഉണ്ടനും ഉണ്ടിക്കും അതൊരിക്കൽ നെയ്യപ്പം തിന്നുവാൻ കൂടിയായി. ഒരു പറയോളം അരിയിടിച്ചു. ഒരു കുട ശർക്കര വാങ്ങിവെച്ചു. അപ്പം ചുടാനും ഈ എന്ത് വേണം? അക്കര കാട്ടിടെ ചുള്ളി വേണം. ഇത് ഈ രീതിയിലാണ് ഞാനിത് തുടങ്ങുന്നത്. അതായത് ഇതൊക്കെ എല്ലാ സാധനങ്ങളും കിട്ടി, വെളിച്ചെണ്ണയും കിട്ടി, ചട്ടിയൊക്കെ റെഡിയായി. ഇപ്പോഴാണ് അടുപ്പിൽ കത്തിക്കാൻ ചുള്ളിയില്ല. തീയില്ലാതെ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ തിളപ്പിച്ച് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിനുവേണ്ടി ഉണ്ടനും ഉണ്ടിയും കാരണത്തിൽ ചുള്ളിയൊതിക്കുവാൻ യാത്രയായി. ഇങ്ങനെ ആണ് ഈ കഥ ഇങ്ങനെ പോകുന്നത്. വിജയത്തിനെ കണ്ടെത്തുന്നതും വിളിച്ചെണ്ണ വാക്ക് പറയുന്നതും പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാതെ അവരെ ഉപദ്രവിക്കാനായിട്ട് വിജയച്ചൻ വരുമ്പോൾ അതിൽ നിന്ന് തന്ത്രപൂർവ്വം ഒരു രക്ഷ നേടുന്നതൊക്കെയാണ് ഇതിന്റെ കഥ വളരെ പ്രസിദ്ധമായ നാടോടി കഥയാണ്. അത് പിന്നീട് ഈ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് റൂബിൻ ഡിക്രൂസ് അതിന്റെ ഡയറക്ടറായിരിക്കും പറഞ്ഞ് ഇത് നമുക്ക് ഒരു പുസ്തകമാണ്. അതിനുവേണ്ടി അദ്ദേഹം നന്നായി ഒരു കവിതകൾക്ക് ഓരോ പേജിൽ 4 ഒരു കവിതയും ഒരു ചിത്രവും വലിയ സൈസിൽ ചിത്രങ്ങളൊക്കെ ആയിട്ട് ആ പുസ്തകം ഇന്നും നിലനിൽക്കുന്ന, ഇന്നും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഒരു കവിത പെട്ടെന്ന് ഞാൻ രൂപപ്പെട്ടതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്റെ സ്വന്തമായിട്ടുള്ള അധികം ഭാവനയൊന്നും ഇല്ലാതെ തന്നെ ഒരു കവിത പെട്ടെന്ന് രൂപം കൊണ്ട് അത് കുട്ടികൾ ഇന്നും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കവിതയാണെന്ന് ആണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ ആരെങ്കിലും ഇപ്പോ ഞാൻ ഈ ഗ്രൂപ്പിൽ കാണുന്നത് മാഗിയുണ്ട്, രാഹില, ബിന്ദു, സൗമ്യ, രാജീവൻ, അന, ശൈലജ, ഇത്രയും പേരെ കാണുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രതികരിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് മാഷേ, അത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഈ ബാലസാഹിത്യ രചനയിൽ അതിന്റെ ഉള്ളടക്കത്തിൽ കുട്ടികൾക്ക് ശാസ്ത്രീയ മനോഭാവം, ശാസ്ത്രബോധം, യുക്തിചിന്ത അതുപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ കുട്ടികളുടെ മനസ്സിൽ അന്ധവിശ്വാസങ്ങൾക്ക്, അനാചാരങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവില്ലേ? പലപ്പോഴും അത് വേണ്ടത്ര ഉണ്ടാവാറില്ല. ഈ പ്രേതഭൂതാദി പിശാചികളെ കുറിച്ചൊക്കെ പറഞ്ഞ് കുട്ടികളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുന്നത് മാറ്റിയിട്ട് നമുക്ക് കുട്ടികളെ നല്ല പൗരന്മാരായി വളർത്താൻ വേണ്ടിയിട്ട് ബാലസാഹിത്യകാരന്മാർക്ക്, സാഹിത്യകാരികൾക്ക്, എഴുത്തുകാരികൾക്ക് ഒക്കെ കഴിയില്ല എന്ന് ആലോചിക്കാറുണ്ട്. ആ രീതിയിൽ രചനകൾ വരുന്നുണ്ട്, ധാരാളം രചനകൾ ആ രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ എന്നും ഇത്തരം ഈ ഭൂത പ്രേതാദികളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ലെന്ന് വാദിക്കുന്ന ഒരാളാണ്. കാരണം അത് കുട്ടികളെ കാരണം അത് അന്ധവിശ്വാസം ഉണ്ടാക്കുന്നില്ല. കാരണം അതൊരു കഥാപാത്രമായി വരുന്നതേ ഉള്ളൂ. അവൻ ഒരിക്കലും വിജയിക്കാത്തൊരു കഥാപാത്രമാണ്. അവരെ ചവിട്ടി താഴ്ത്താൻ അറിയാവുന്ന മറ്റ് കഥാപാത്രങ്ങളാണ് അതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരം തിന്മയുടെ കഥാപാത്രങ്ങൾക്ക് ഒരിക്കലും തലമുക്കി പോകുന്നില്ല അവര്. അപ്പൊ അത് ഉണ്ടാവുമോ ഇല്ലേ, അല്ലെങ്കിൽ 10 തലയുള്ള രാവണനെ അവതരിപ്പിക്കാമെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ആ രീതിയിലുള്ളൊരു ഫാന്റസി ആയിട്ട് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. പക്ഷെ അത്ര കൗതുകം ഉണർത്താൻ അത്തരം കഥാപാത്രങ്ങൾ ആവശ്യമാണ്. പിന്നെ അവരുടെ ആകാംക്ഷയും സാഹസികതയും ഒക്കെ ഉണർത്താൻ നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള കഥാപാത്രങ്ങൾ വേണം. ബെൽറ്റൻ പോലുള്ള ഈ അവരുടെ ഇപ്പൊ പുതിയ കൃതികളൊക്കെ അവർ ആകർഷിച്ചതിന്റെ കാരണം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹാരി പോട്ടർ സീരീസിൽ തന്നെ മന്ത്രവാദ സ്കൂളും ഇതൊക്കെയാണ് ഇപ്പോഴും പ്രതിപാദിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് അത് അന്ധവിശ്വാസികളാക്കാനല്ല, നമ്മൾ അല്ലാത്ത രീതിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോവുക, ആ കുടുങ്ങിപ്പോകാത്ത രീതിയിൽ അവരുടെ മനസ്സിനെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാൻ കരുത്തുള്ള ഒരാളാക്കി നിർത്തണം. അത് നമുക്ക് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ വേണം, അത് സാറ് പറഞ്ഞത് ശരിയാണ്. ആ രീതിയിലുള്ള രചനകൾ ഇപ്പൊ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ ഒരു DC ബുക്സ് നോവൽ, 4 നോവൽ മത്സരം നടത്തി സംസ്ഥാന. അതില് 1ാം സ്ഥാനം നേടിയ കൃതി ഞാൻ വായിച്ചു. ഡോക്ടർ സുബേദ്, ഡോക്ടർ
സുബേദാർ രാമചന്ദ്ര റോയ് എന്നാണ് അതിന്റെ പേര്. ആ നോവലിലേക്ക് ഇത്തരം പുതിയ കാഴ്ചപ്പാടുകളാണ് പല കൃതികളിലും പുതുതായിട്ട് ഉള്ള എഴുത്തുകാരൻ ആ രീതിയിലുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും ഈ ശാസ്ത്രത്തിന്റെ ഒരു അതിപ്രസരം വന്നാൽ കുട്ടികൾ വായിക്കാനായിട്ട് വായനയിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ വളരെ അറിയാത്ത മട്ടിൽ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അത് വളരെ ലളിതമായിട്ട് അവരറിയാതെ തന്നെ അതിൽ സമന്വയിപ്പിക്കാൻ കഴിയും. നമുക്ക് ഇനി ആരെങ്കിലും സംസാരിക്കാൻ? ഹനയെ കാണുന്നുണ്ട്, രാജീവൻ, സൗമ്യ, ബിന്ദു. ഹലോ. അകലെയാണെങ്കിലും അടുത്തിരുന്ന് മലയാള ബാലകവിതയുടെ സ്നേഹസമ്പന്നമായ സുവർണ കാലഘട്ടത്തെ അയത്നലളിതമായി, താളാത്മകമായി, ഭാവസാന്ദ്രമായി താങ്കൾ ഞങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ഒത്തിരി നന്ദി സാർ, ഒത്തിരി നന്ദി. സൗമ്യ, അതുപോലെ ഹന. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാന് എനിക്ക് തുടക്കം മുതൽ കേൾക്കാൻ പറ്റിയില്ല. ഞാന് വൈകി പോയി കേറാൻ വേണ്ടിട്ട്. പക്ഷെ ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ വായിച്ച ഒരാളാണ് CP പള്ളിപ്പുറം എന്നുള്ള. അതില് എനിക്ക് കയറാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്താണ് വായിച്ചത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലെങ്കിലും ഒരു വരി കുറച്ചു കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അത് സാറ് എഴുതിയാണോ ഒരു സംശയം. ഇങ്ങനെ തിരിച്ചു വരുന്നൊരു പൂവേ കണ്ണീർ പൊഴിപ്പതെന്തിനു നീ നിലക്കുമുണ്ടോ നിലക്കുവാൻ വയ്യ എന്ന് പറഞ്ഞിട്ടൊരു കവിതയാണ് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. എന്തായാലും സാറിന്റെ ഒരു കവിത ഞാൻ സ്കൂളിൽ പാടിയിട്ടൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പ്രോഗ്രാമിന് കയറണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വൈകി പോയി കയറാം. സംശയമൊന്നുമില്ല. പിന്നെ ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ബിന്ദു, സൗമ്യ, കേൾക്കാമോ? ഞാൻ ഇതുപോലെ സംശയങ്ങളൊന്നും ചോദിക്കാനല്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് സാറ് ഞങ്ങൾക്ക് നടത്തിയൊരു ശില്പശാലയിൽ ഒരു ക്ലാസ് എടുക്കാൻ വന്ന ഞാനത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സില് അന്നത്തെ അതേ അത് തിരുവല്ലായിൽ ശാന്തനെ സാറ്. അന്ന് എനിക്ക് 10-12 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് സാറിന്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അതിനൊരു അവസരം കിട്ടുന്നത്. അതിന്റെ ഇടയ്ക്ക് പിന്നെ പഠിച്ചതൊക്കെ ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു. ഇപ്പൊ പക്ഷെ സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നു, UP സെക്ഷനിലായതുകൊണ്ട്. ആ കാരണത്താൽ ഈ രീതിയിലൊക്കെ മലയാള ഭാഷയും സാഹിത്യവും കൂടുതൽ അടുത്തറിയാനായിട്ട് ഞാൻ അങ്ങനെ ശ്രമിക്കുന്നത്. DVTSന്റെ ഗ്രൂപ്പും ഇതിലെ ഗൂഗിൾ മീറ്റും ഒക്കെ ഞങ്ങളെ ഒത്തിരി സഹായിക്കുന്നു. ഇതൊന്നും തന്നെ ഞാൻ മുടക്കാറില്ല. ആധികാരികമായി ഒന്ന് സംസാരിക്കാനോ ഘനമായ സംശയങ്ങൾ ചോദിക്കാനോ എന്നുള്ള അറിവ് എനിക്ക് മലയാള സാഹിത്യത്തിൽ ഇല്ല. എന്നാലും സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. സാർ അന്ന് പറഞ്ഞ ആശയങ്ങൾ തന്നെ എന്റെ മനസ്സിലേക്ക് പക്ഷേ വന്നു. കാരണം അന്ന് സാറ് ക്ലാസ് കഴിഞ്ഞ ഒരു കവിതാ മത്സരം നടത്തിയിരുന്നു. അന്ന് നല്ല കവിതകളായിട്ട് സാറ് തിരഞ്ഞെടുത്തത് ഈ താളാത്മകമായ കവിതകളായിരുന്നു. അതൊന്ന് ഞാൻ അന്ന് എഴുതിയത് എന്റെ ഒരെണ്ണം സെലക്ട് ചെയ്തായിരുന്നു. അതൊക്കെ ഞാനിപ്പോ ഓർമ്മിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷം. വീണ്ടും കവിത ഓർമ്മയുണ്ടെങ്കിൽ ചൊല്ലാമോ? അയ്യോ ഇല്ല, അത് ആ ക്ലാസിന്റെ വെളിച്ചത്തിൽ മാത്രം അന്നേ എഴുതിയതാണ്. പക്ഷെ ഞാൻ അത് ഓർത്തിരിക്കാൻ കാര്യം അന്നീ മുറിഞ്ഞ വാക്യങ്ങളിലൊക്കെ എഴുതിയ കവിതകളിലേക്കായാല് അതൊക്കെ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കവിതകളൊക്കെ സാറി ചെറിയ ചെറിയ വരികളും കേൾക്കാൻ ഇമ്പമുള്ള വരികളുള്ള കവിതകളായിരുന്നു സെലക്ട് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മാത്രം ഞാൻ ഓർത്തിരിക്കുന്നത്. ഞാൻ അവിടെ തിരുവല്ല ധാരാവാടിയില് ക്യാമ്പിൽ വന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട്. നിങ്ങളെക്കൊണ്ട് എഴുതിച്ചതൊക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ ഇപ്പൊ ഞാൻ തിരുവനന്തപുരം സെന്റ് മേരീസ് സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. പട്ടം സെന്റ് മേരീസ്.
താങ്ക് യു സർ. ശരി. ഇനി ആരെങ്കിലും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആരെങ്കിലും എന്റെ പേര് ബിന്ദുകൃഷ്ണൻ എന്നാണ്. ടീച്ചറാണ്. ഇങ്ങനെ പെട്ടെന്ന് സാറിന്റെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സാറിന്റെ കവിതകളൊക്കെ വളരെയധികം ഇഷ്ടത്തോടു കൂടി കേട്ടിരിക്കാറുള്ളത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. ഇപ്പൊ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ മറ്റേരിയയിലാണ്. അപ്പൊ കുഞ്ഞുമാവുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേടിയായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും കൂടി ആസ്വദിക്കാവുന്ന രീതിയിലാണ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാലസാഹിത്യ ശാഖയെ കുറിച്ച് ഞാൻ കേൾക്കുമ്പോൾ കുട്ടി മിണ്ടാതെ എടുക്കണായിരുന്നു. സാറ് പാട്ട് പാടി തുടങ്ങിയപ്പോൾ ആള് ഭയങ്കര ചിരിയായിരുന്നു. എന്റെ ചെറിയ 6 മാസമായിട്ടുള്ളൂ. സാറ് കുറെ പ്രാവശ്യം പാടിയിരുന്നു, 2 പ്രാവശ്യം പാടിയിരുന്നു. അപ്പൊ ഭയങ്കര ചിരിയായിരുന്നു. സാറിന്റെ ക്ലാസ് കുട്ടികൾക്ക് കൂടി ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയായിരുന്നു. വളരെ സന്തോഷം. സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ ആരാധനയോടും കൂടി. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ തൊട്ടിങ്ങനെ വായിച്ചിരുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ വളരെ സന്തോഷം. താങ്ക് യു സർ. ഇനി ആരും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് കൃപി മാഷ് ഒരു തവണ നേരിട്ട് മലയാള സർവകലാശാലയിൽ വന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു ശില്പശാലയ്ക്ക് നേതൃത്വം നൽകണം എന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. അത് സൗകര്യം പോലെ ഞാൻ വിളിക്കാം. എന്തെങ്കിലും ഒന്ന് നമുക്ക് അപ്പോ കൂടുതൽ ഇന്ന് പങ്കെടുക്കാൻ പറ്റാതെ പോയ കുറെ കുട്ടികളുണ്ട്. കാലാവസ്ഥയുടെ പ്രശ്നവും റേഞ്ചിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോ ഞങ്ങൾ ഒരു വളരെ സ്നേഹത്തോടെ മാഷെ സ്വാഗതം ചെയ്യാണ് മലയാള സർവകലാശാലയിലേക്ക്. ഒരു തവണ മാഷ് വരണം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ശില്പശാല ഈ ഭാരത സാഹിത്യത്തെ കുറിച്ചിട്ട് നടത്താമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് പിന്നെ സമയം വളരെ ആയി, നമുക്ക് അവസാനിപ്പിക്കാം. നേരത്തെ ഞാൻ യാത്രയിലായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനൊന്നും പറ്റിയില്ല. മാഷ കുറെ പുസ്തകങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കുട്ടി എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിലൊരു കവിത ഈ അധ്യക്ഷന്റെ ഒരു ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിയിട്ട് പിന്നെ നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിനു ആണ്. ജിനുവിനെ ക്ഷണിക്കാം. നല്ല കുട്ടി എന്ന് പറയുന്ന കവിത ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആശയമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു കവിതയാണ്. കുട്ടികളുടെ സന്മാർഗത്തിലേക്കൊക്കെ അതുപോലെ വൃത്തി, വെടിപ്പ് ഇങ്ങനെയുള്ള ശീലങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒരു കവിതയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലുള്ള ഒരു രചന പക്ഷെ മറ്റ് പുസ്തകങ്ങളിലും അങ്ങനെ ഉണ്ട്. പക്ഷെ കേൾക്കാമോ? പക്ഷെ ഓഫായതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷെ ലെഫ്റ്റായോ? മാഷ് ലെഫ്റ്റായോ? ജിനു മാഷെ കാണുന്നില്ലല്ലോ. മാഷ് ലെഫ്റ്റായി. നമുക്കൊന്ന് കാത്തിരിക്കാം, ഒന്ന് നോക്കാം. ജിനു, ഞാനൊന്ന് മാഷെ വിളിച്ചാലോ? ഹലോ ജിനു, ജിനു കേൾക്കാമോ? ജിനു മാഗി ഒന്നും പ്രതികരിച്ചില്ല. മാഗി ഞാനാണ് ഇപ്പൊ സംസാരിച്ചത് സർ. ഓക്കെ. എവിടെ സ്ഥലം? എവിടെ? ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പോൾ. ഞാൻ സാറിന്റെ ക്ലാസ് ഒക്കെ ഞാൻ കേട്ടത്. പക്ഷേ തിരുവല്ലയാണ് എന്റെ സ്ഥലം, സ്വന്തം സ്ഥലം.
ശരി. മാഷെ സിപ്പി മാഷിന്റെ ചാർജ് തീർന്നിട്ട് പോയതായിരിക്കുമോ? നമ്മള് പിന്നെ കോൺടാക്ട് അറിയിച്ചാൽ മതി. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നന്ദിയൊക്കെ ഉള്ളപ്പോ പറയില്ല, നല്ല ഞാൻ വിളിക്കാം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ.